47 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സ്വപ്നങ്ങൾക്കും അതീതമായി ഒരു ചെറിയ ബഹിരാകാശ പേടകം ഒരു മഹത്തായ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. അതൊരു സാധാരണ ദൗത്യമായിരുന്നില്ല. ഇത് മനുഷ്യന്റെ ധൈര്യത്തിൻ്റെയും സൃഷ്ടിപ്രതിഭയുടെയും ഒരു ജീവിക്കുന്ന തെളിവായിരുന്നു. ജൂപ്പിറ്ററിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ചുഴലിക്കാറ്റുകളും ശനിയുടെ അത്ഭുത വളയങ്ങളും സൂര്യനിൽ നിന്നും വിദൂരത്തിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരുണ്ട ശൂന്യതയും കടന്ന് ഇന്നും അത് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു സാധാരണ പേടകമല്ല. മനുഷ്യന്റെ ജിജ്ഞാസയുടെ രൂപവും മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ ശബ്ദവുമുള്ള മനുഷ്യരാശി അന്യഗ്രഹ ജീവികൾക്കയച്ച ഒരു സന്ദേശവാഹകൻ, വോയേജർ. ചരിത്രത്തിലെ ഏറ്റവും വലിയ നക്ഷത്രയാത്രയുടെ കഥ, മനുഷ്യന് ലഭിച്ച ഏറ്റവും ദൈർഘ്യമേറിയ സന്ദേശത്തിൻ്റെ കഥ, പ്രപഞ്ചത്തിൻ്റെ നിഴലുകൾക്കപ്പുറം മനുഷ്യൻ പതിപ്പിച്ച ഏറ്റവും ധീരമായ മുദ്ര. അതാണ് വോയേജർ, മനുഷ്യൻ്റെ അതിരില്ലാത്ത സംശയങ്ങൾക്ക് ലഭിച്ച ഉത്തരം. നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് 8 ഗ്രഹങ്ങളാണ് എന്ന് നമുക്കറിയാം. ഈ 8 ഗ്രഹങ്ങളെ പ്രധാനമായും ഇന്നർ പ്ലാനറ്റുകൾ എന്നും ഔട്ടർ പ്ലാനറ്റുകൾ എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമി ഉൾപ്പെടെ സൗരയൂഥത്തിലെ ആദ്യത്തെ 4 ഗ്രഹങ്ങളും, അതായത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ റോക്കി പ്ലാനറ്റുകൾ ഇന്നർ പ്ലാനറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള മേഖലയിൽ 1 കിലോമീറ്ററിലും കൂടുതൽ വലിപ്പമുള്ള 20 ലക്ഷത്തിലും അധികം ഉൽക്കകളും ചിഹ്നഗ്രഹങ്ങളും നിറഞ്ഞ വലിയൊരു കൂട്ടം സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തെ ചിഹ്നഗ്രഹ വലയം അഥവാ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇന്നർ പ്ലാനറ്റുകൾ ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൗരയൂഥത്തിലെ അവസാനത്തെ 4 ഗ്രഹങ്ങൾ, അതായത് സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ 4 ഗ്രഹങ്ങളായ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഈ ഗ്രഹങ്ങൾ ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹങ്ങളെയാണ് ഔട്ടർ പ്ലാനറ്റുകൾ എന്ന് വിളിക്കുന്നത്. 1960-65 കാലഘട്ടങ്ങളിൽ നാസ ഇന്നർ പ്ലാനറ്റുകളായ മെർക്കുറിയിലേക്കും വീനസിലേക്കും മാർസിലേക്കും പിന്നെ നമ്മുടെ ചന്ദ്രനിലേക്കും സാറ്റലൈറ്റുകളെ അയക്കുന്നതിനുള്ള പരിശ്രമങ്ങളിലായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ നാസയിൽ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു ഗ്യാരി ഫ്ലാൻഡ്രോ. അദ്ദേഹം നാസയുടെ പുതിയ മിഷനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേ വരെ ബഹിരാകാശ പേടകങ്ങൾ ഒന്നും തന്നെ അയക്കപ്പെട്ടിട്ടില്ലാത്ത ഔട്ടർ പ്ലാനറ്റുകളായ സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ജൂപ്പിറ്ററിലേക്കും സാറ്റേണിലേക്കും പേടകങ്ങളെ അയക്കുന്നതിനുള്ള സാധ്യതകൾ പഠിക്കുന്നതിനായി നാസ ഫ്ലാൻഡ്രോയെ ചുമതലപ്പെടുത്തി. അതിനുവേണ്ടി അദ്ദേഹം ഔട്ടർ പ്ലാനറ്റുകളെ വളരെ വിശദമായി തന്നെ പഠിക്കാൻ തുടങ്ങി. അടുത്ത 10 വർഷത്തിനകം, അതായത് 1970കളുടെ അവസാനത്തോടുകൂടി 175 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്ലാനറ്ററി അലൈൻമെൻറ്റ് നടക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അതായത് ഔട്ടർ പ്ലാനറ്റുകളായ ജൂപ്പിറ്ററും സാറ്റേണും യുറാനസും നെപ്റ്റ്യൂണും ഏകദേശം നേർരേഖയിൽ എത്തിച്ചേരുന്ന അത്യപൂർവമായ സംഗമത്തെയാണ് പ്ലാനറ്ററി അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ഗ്രഹങ്ങളെല്ലാം ഒരു വരിയിൽ അണിനിരന്ന് കഴിയുമ്പോൾ അവയുടെ എല്ലാം ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് വളരെ കുറച്ചു മാത്രം ഇന്ധന ചെലവിൽ സഞ്ചാര വേഗത കൂട്ടി ഒരുപാട് ദൂരത്തേക്ക് ബഹിരാകാശ പേടകങ്ങളെ അയക്കുവാൻ സാധിക്കും. ഒരു ഗ്രഹത്തിൻ്റെയോ ബഹിരാകാശ വസ്തുവിൻ്റെയോ ആപേക്ഷിക ചലനവും ഗുരുത്വാകർഷണ ബലവും ഉപയോഗിച്ച് ഒരു പേടകത്തിൻ്റെ പാതയോ വേഗതയോ മാറ്റം വരുത്തുന്നതിനെയാണ് ഗ്രാവിറ്റി അസിസ്റ്റ് എന്നും ഗ്രാവിറ്റേഷണൽ സ്ലിംഗ് ഷോട്ട് എന്നും പറയുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഈ 4 ഗ്രഹങ്ങളും നേർരേഖയിൽ വരുന്ന ഈ അത്യപൂർവമായ സംഗമത്തെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 4 ഗ്രഹങ്ങളിലേക്കും യാത്ര ചെയ്യാൻ സാധിക്കും എന്നവർക്ക് മനസ്സിലായി. ഇപ്പോൾ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇനിയും 175 വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. ഇത് വെറുമൊരു ശാസ്ത്രീയ കണ്ടെത്തൽ മാത്രമായിരുന്നില്ല, മനുഷ്യൻ്റെ സോളാർ സിസ്റ്റം കീഴടക്കുന്നതിനുള്ള സ്വർണ്ണവാതിലായിരുന്നു. 1966 നാസ ഈ സ്വപ്നത്തെ അംഗീകരിച്ചു. വമ്പൻ പ്ലാനുകൾ തയ്യാറായി. ഒരു പേടകം മാത്രമല്ല, ജോഡികളായി പല സ്പേസ് ക്രാഫ്റ്റുകളും അയക്കപ്പെടും. ഓരോന്നും ഓരോ ഗ്രഹത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് വേഗത കൂട്ടി സഞ്ചരിക്കും. ഈ ദൗത്യത്തിന് ഗ്രാൻഡ് ടൂർ എന്ന പേരിട്ടു. പക്ഷേ വലുതായ ഈ സ്വപ്നങ്ങളോടൊപ്പം തന്നെ ചിലവും കൂടിക്കൂടി വരും. 1971 നാസയുടെ ബഡ്ജറ്റ് സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിലേക്ക് വഴിമാറി. അങ്ങനെ ഗ്രാൻഡ് ടൂർ റദ്ദാക്കപ്പെട്ടു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം
അങ്ങനെ മേശയുടെ കീഴിലുള്ള വേസ്റ്റ് ബോക്സിലേക്ക് തള്ളിക്കളയപ്പെട്ടു. ഗ്രാൻഡ് ടൂർ റദ്ദായെങ്കിലും മനുഷ്യരുടെ ജിജ്ഞാസ അവസാനിച്ചിരുന്നില്ല. നാസ പുതിയൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നു: മറൈനർ ജൂപ്പിറ്റർ സാറ്റേൺ മിഷൻ. ചിലവ് കുറഞ്ഞ പക്ഷേ തികഞ്ഞ കഴിവുള്ള ഒരു പുതിയ ദൗത്യം. ഈ പുതിയ ആശയം ഗ്രാൻഡ് ടൂറിൻ്റെ ചെറുതായൊരു പതിപ്പ് തന്നെയായിരുന്നു. എന്നാൽ അതിലൊരു വ്യത്യാസമുണ്ടായിരുന്നു. ഇത് വെറുമൊരു പരീക്ഷണമല്ല, എല്ലാറ്റിലും ഉപരി മഹത്തായ യാത്രയായി മാറും. ഈ പ്രോജക്റ്റ് വിശദമായി തന്നെ പഠിച്ച് മനസ്സിലാക്കി പുതുക്കി രൂപകൽപ്പന ചെയ്ത് പിന്നീട് ലോകം വോയേജർ എന്ന് വിളിച്ച ആ അത്ഭുത പേടകം രൂപം കൊണ്ടു. 1970കളുടെ തുടക്കം. കാലിഫോർണിയയിലെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി. വയറുകൾ, ഇലക്ട്രോണിക്സ്, ആൻറ്റിനകൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ ഇതെല്ലാം ഒത്തുചേർന്ന് രൂപം കൊള്ളുന്നത് ഒരു സാധാരണ മെഷീനല്ല. ഭൂമിയിൽ നിന്നും മനുഷ്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും ദൂരത്തിലെത്തിയ ദൂതനാണ്. വോയേജറിൻ്റെ നിർമ്മാണം തുടങ്ങിയത് വളരെ ലളിതമായൊരു ചോദ്യത്തോടു കൂടിയായിരുന്നു: ഇത് 5 വർഷം മാത്രം ജീവിച്ചാൽ മതിയോ? കാരണം വോയേജേഴ്സിനെ വ്യാഴവും ശനിയും വരെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് നാസ കരുതിയിരുന്നത്. പക്ഷേ JPL എഞ്ചിനീയർമാർ മനസ്സിൽ തീരുമാനമെടുത്തിരുന്നു, ഇതൊരു സാധാരണ ദൗത്യമായിരിക്കില്ല എന്ന്. ഇത് മനുഷ്യൻ്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന യാത്രയായിരിക്കും. അങ്ങനെ അവർ 5 വർഷത്തെ ആയുസ്സിനു വേണ്ടി നിർമ്മിക്കാൻ തുടങ്ങിയ പേടകം 47 വർഷങ്ങൾക്കും ഇപ്പുറം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും മരണമില്ലാത്ത യന്ത്രമാക്കി മാറ്റി. വോയേജർ പേടകം പുറത്തിറങ്ങി നോക്കുമ്പോൾ വലിയൊരു പാത്രത്തെ പോലെയാണ് തോന്നുക. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ലോകത്തെ തന്നെ മാറ്റി എഴുതി വയ്ക്കുന്ന ശാസ്ത്രമാണുള്ളത്. വോയേജറിനെ അകലെ നിന്ന് കാണുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് ഈ വലിയ 3.7 മീറ്ററോളം വീതിയുള്ള വെള്ളപ്പാത്രമാണ്. ഇതിനെ ഹൈ ഗെയിൻ ആൻറ്റിന എന്നാണ് വിളിക്കുന്നത്. ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ അയക്കുക എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ ജോലി. അതും 23 ബില്യൺ കിലോമീറ്റർ അകലത്തിൽ നിന്ന് പോലും. ഈ ആൻറ്റിനയാണ് വോയേജറിൻ്റെ കണ്ണും വായും. ആൻറ്റിനയുടെ പിന്നിലായി 10 കോണുകളുള്ള ഒരു പ്രധാന ഘടകമുണ്ട്: ബസ് ഹൗസിംഗ്. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലൈറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം, മെമ്മറി സ്റ്റോറേജ്, ബാറ്ററി ആൻഡ് പവർ കൺട്രോൾസ്, കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ്, തെർമൽ ഹീറ്റിംഗ് സിസ്റ്റം ഇവയെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. വോയേജറിൻ്റെ നാഡികളും തലച്ചോറുമെല്ലാം ഈ ഘടകമാണ്. വോയേജറിൻ്റെ ഒരു വശത്ത് ഒരു നീളമുള്ള സയൻറ്റിഫിക് ബൂമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കോസ്മിക് റേ ഡിറ്റക്ടറും മാഗ്നറ്റോമീറ്ററും പ്ലാസ്മ ഡിറ്റക്ടറും ലോ എനർജി ചാർജർ പാർട്ടിക്കിൾ ഇൻസ്ട്രുമെൻസും ഉണ്ട്. ഇവ വോയേജറിനെ ഒരു ട്രാവലിംഗ് ലബോറട്ടറിയാക്കി മാറ്റുന്നു. അടുത്തത് വോയേജറിൻ്റെ ഹൃദയമാണ്. ബാഹ്യ സൂര്യപ്രകാശം വളരെ കുറവായ സ്ഥലങ്ങളിലും പ്രവർത്തിപ്പിക്കുന്ന വളരെയേറെ ശക്തി നൽകുന്ന ഉറവിടം. റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്ന RTG. പ്ലൂട്ടോണിയം 238 ഡീക്കേ ചെയ്തുണ്ടാക്കുന്ന ചൂട് വൈദ്യുതിയാക്കി മാറ്റുന്നു. ഇതാണ് വോയേജറിനെ ഇന്നും ജീവിക്കാൻ കാരണമായിട്ടുള്ള ശക്തി. ഇവയെ കൂടാതെ വോയേജറിൻ്റെ ഉള്ളിൽ മനുഷ്യരുടെ സന്ദേശം, ഭൂമിയിലെ ശബ്ദങ്ങൾ, നമ്മുടെ സംഗീതം ഇവയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്വർണ്ണ റെക്കോർഡുണ്ട്. ഇതൊരു ശാസ്ത്രീയ ഉപകരണമല്ല, മറ്റന്യഗ്രഹ ജീവികൾക്ക് കണ്ടെത്താനുള്ള മനുഷ്യരുടെ സിഗ്നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ് ആണ്. വോയേജർ ഒരു സാധാരണ ബഹിരാകാശ പേടകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് പറക്കുന്ന ഒരു ശാസ്ത്രീയ ലബോറട്ടറി കൂടിയാണ്. ഇതിൻ്റെ ശരീരത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് മുൻപൊരിക്കലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്ത ഗ്രഹങ്ങളുടെ രഹസ്യങ്ങൾ തുറന്നു കാട്ടുന്ന ഉപകരണങ്ങളാണ്. വോയേജറിനുള്ളിൽ മൊത്തമായി 9 പ്രധാന ശാസ്ത്രീയ ഉപകരണങ്ങളാണുള്ളത്. നമ്മൾ ഇന്ന് ഗൂഗിളിൽ കാണുന്ന വ്യാഴത്തിൻ്റെ ഗ്രേറ്റ് ഡെഡ് സ്പോട്ട്, ശനിയുടെ വളയങ്ങളുടെ അത്ഭുത ചിത്രങ്ങൾ, നെപ്റ്റ്യൂണിൻ്റെ കൊടുങ്കാറ്റുകൾ ഇതെല്ലാം വോയേജറിൻ്റെ കണ്ണായ ഇമേജിംഗ് സയൻസ് സിസ്റ്റം എന്ന ISS പകർത്തിയതാണ്. ISS 2 ക്യാമറകളാണ് ഉൾക്കൊള്ളുന്നത്: നാരോ ആംഗിൾ ക്യാമറ, വൈഡ് ആംഗിൾ ക്യാമറ. ഓരോ ചിത്രവും ഭൂമിയിലെത്തിക്കുവാൻ മണിക്കൂറുകൾ എടുത്തിരുന്നു എങ്കിലും ഓരോ ഫ്രെയിമും മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത്ഭുതം പകരുന്നവയായിരുന്നു. അടുത്തത് ഇൻഫ്രാറെഡ് ഇൻറ്റർഫെറോമീറ്റർ സ്പെക്ട്രോമീറ്റർ എന്ന IRIS ആണ്. ഈ ഉപകരണമാണ് ഗ്രഹങ്ങളുടെ താപനില, അന്തരീക്ഷ ഘടന, മേഘങ്ങളുടെ താപനില വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം അളക്കുന്നത്. വ്യാഴത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള വലിയ ചുഴലിക്കാറ്റുകൾ, ശനിയുടെ താപനില വ്യതിയാനങ്ങൾ, നെപ്റ്റ്യൂണിൻ്റെ അതിസ്വാഭാവികമായ ചൂട് ഇതെല്ലാം IRIS ഉണ്ടാക്കിയ വെളിപ്പെടുത്തലുകളാണ്. അടുത്തത് ഫോട്ടോ പൊളാരിമീറ്റർ സിസ്റ്റം PPS. ശനിയുടെ വളയങ്ങൾ എങ്ങനെയാണ് ഇത്ര തെളിഞ്ഞു കാണുന്നത്? അവയുടെ തിക്നെസ് എത്രയാണ്? വളയങ്ങളിലെ പൊടിപടലങ്ങൾ എത്രത്തോളമാണ്?
ഈ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം അയച്ചു തന്നത് PPS ആണ്. PPS ഉപയോഗിച്ച് വോയേജർ കണ്ടുപിടിച്ചതാണ് ശനിയുടെ വളയങ്ങൾ വെറും വളയം മാത്രമല്ല, ആയിരക്കണക്കിന് ചെറു വളയങ്ങളുടെ കൂട്ടമാണ് എന്ന്. അടുത്തത് അൾട്രാ വയലറ്റ് സ്പെക്ട്രോമീറ്റർ എന്ന UVS. ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളുടെ രാസഘടനയും സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് പ്രകാശം അവയെ എങ്ങനെ ബാധിക്കുന്നു എന്നിവയുമാണ് UVS അളക്കുന്നത്. വ്യാഴത്തിൻ്റെ ഹൈഡ്രജൻ ഹീലിയം അന്തരീക്ഷം, ശനിയുടെ ടൈറ്റൻ ഉപഗ്രഹത്തിലെ തിക് നൈട്രജൻ അറ്റ്മോസ്ഫിയർ, അന്നേ വരെ നമുക്കറിയാത്ത ഇവയുടെ രഹസ്യങ്ങളെല്ലാം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിയത് ഈ ഉപകരണമാണ്. മാഗ്നെറ്റോമീറ്റർ എന്ന MAG. ഗ്രഹങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡുകൾ എങ്ങനെയാണ്, അവയുടെ ശക്തി എത്ര മാത്രമാണ്, അവയുടെ ദിശ എങ്ങോട്ടാണ്, അവയുടെ സ്വഭാവം എങ്ങനെയാണ്, ഇതളന്നത് വോയേജറിൻ്റെ മാഗ്നെറ്റോമീറ്ററാണ്. MAG ആണ് നമ്മെ ആദ്യമായി അറിയിച്ചത് വ്യാഴത്തിന് അമ്പരപ്പിക്കുന്ന ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഉള്ളത് എന്നും, ശനിയുടെ മാഗ്നറ്റിക് പോൾസ് ടിൽറ്റഡ് ആണ് എന്നും, നെപ്റ്റ്യൂണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വിചിത്രമായ ഓഫ് സെൻറ്റർ ആണ് എന്നുമെല്ലാം. ഇവയെല്ലാം മനുഷ്യശാസ്ത്രത്തെ തന്നെ മാറ്റിമറിച്ച കണ്ടെത്തലുകളായിരുന്നു. അടുത്തത് പ്ലാസ്മ സ്പെക്ട്രോമീറ്റർ എന്ന PLS ആണ്. സൗരക്കാറ്റുകൾ എങ്ങനെ ഗ്രഹങ്ങളുമായി ഇടപെടുന്നു, കോസ്മിക് പ്ലാസ്മയുടെ കോമ്പോസിഷൻ എന്താണ്, ഇതൊക്കെ വോയേജർ പഠിച്ച് PLS ഉപയോഗിച്ചാണ്. പ്ലാസ്മ സ്പെക്ട്രോമീറ്റർ വോയേജറിനെ ഇന്ന് വരെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ ഒന്നാണ്. കാരണം ഇതിനിയും ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ മെഷർമെൻറ്റുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തത് ലോ എനർജി ചാർജർ പാർട്ടിക്കിൾ ഡിറ്റക്ടർ എന്ന LECP ആണ്. LECP ഉപകരണമാണ് വോയേജറിനെ ഗ്രഹങ്ങളുടെ റേഡിയേഷൻ ബെൽറ്റ് മനസ്സിലാക്കുവാൻ സഹായിച്ചത്. വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും അപകടകരമായ റേഡിയേഷൻ സോണിലാണ് ഉള്ളത് എന്നും, ശനിയുടെ വളയങ്ങൾ റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നും, യുറാനസും നെപ്റ്റ്യൂണും സാധാരണ എനർജറ്റിക് പാർട്ടിക്കിൾസ് ആണ് എന്നുമെല്ലാം വോയേജറാണ് പറഞ്ഞു തന്നത്. വോയേജറിൻ്റെ ഈ ഡേറ്റകൾ ലഭിച്ചിരുന്നില്ല എങ്കിൽ ഇന്ന് മനുഷ്യന് ഔട്ടർ പ്ലാനറ്റുകളിലേക്ക് സ്പേസ് ക്രാഫ്റ്റ് അയക്കുക എന്നത് ബുദ്ധിമുട്ടായേനെ. അടുത്തത് കോസ്മിക് റേ സബ് സിസ്റ്റമാണ്, CRS. വോയേജർ ഇന്ന് വരെ ഭൂമിയിലേക്ക് അയക്കുന്ന മിക്ക ഇൻ്റർസ്റ്റെല്ലർ ഡേറ്റകളും ഈ ഉപകരണത്തിൽ നിന്നാണ്. ഗ്യാലക്സിയുടെ പുറത്തുള്ള കണങ്ങൾ, കോസ്മിക് റേ ഇൻറ്റൻസിറ്റി, ഇൻ്റർസ്റ്റെല്ലർ മീഡിയത്തിൻ്റെ ഡെൻസിറ്റി. ഈ CRS ആണ് വോയേജർ ഇൻ്റർസ്റ്റെല്ലർ സ്പേസിലേക്ക് പ്രവേശിച്ചുവെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ ഉപകരണം. അവസാനത്തേത് പ്ലാസ്മ വേവ് സബ് സിസ്റ്റമാണ്, PWS. ഇത് സൗണ്ട് ലൈക്ക് വേവ്സ് ക്യാപ്ചർ ചെയ്യുന്നു. PWS വോയേജറിന് ഒരു പ്രത്യേക കഴിവ് നൽകി. സ്പേസ് ക്യാൻ സിങ് ആൻഡ് വോയേജർ ക്യാൻ ഹിയർ ഇറ്റ്. ഇതിലൂടെ വോയേജർ അറിഞ്ഞത് ഇൻ്റർസ്റ്റെല്ലർ പ്ലാസ്മയുടെ റിയൽ ഡെൻസിറ്റിയാണ്. ഇന്ന് വരെ വോയേജറിൻ്റെ സൗണ്ട് റെക്കോർഡിങ്സ് യൂട്യൂബിൽ ആളുകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് PWSൻ്റെ ദാനമാണ്. വോയേജറിൻ്റെ ഓരോ ഉപകരണവും ഒരു കണ്ണാണ്, ഒരു ചെവിയാണ്, ഒരു ശാസ്ത്രീയ ഹൃദയമാണ്. ഈ ഉപകരണങ്ങളാണ് ഭൂമിയിലെ മനുഷ്യർക്ക് കോടാനുകോടി കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രഹങ്ങളുടെ മുഖം ആദ്യമായി കാണിച്ചു തന്നത്. വോയേജറിൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗവും, ഓരോ വയറും, ഓരോ ഉപകരണവും മനുഷ്യ ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. 1977 ഓഗസ്റ്റ് മാസം 20 മനുഷ്യരാശിയുടെ ബഹിരാകാശ ചരിത്രത്തിലെ ഐതിഹാസിക ദിനം. തിളക്കമുള്ള വെയിലുള്ള ഒരു ദിവസം. കേപ്പ് കാനാവറൽ ബഹിരാകാശ കേന്ദ്രത്തിൽ ടൈറ്റൻ 3E റോക്കറ്റ് വിക്ഷേപണത്തട്ടിൽ തയ്യാറായി നിൽക്കുന്നു. 4, 3, 2, 1. We have ignition and we have liftoff. യുറാനസിലും നെപ്റ്റ്യൂണിലും എത്തുവാൻ വിധിക്കപ്പെട്ട മനുഷ്യരാശിയുടെ ആദ്യത്തെ ദൂതനായി മാറുവാനുള്ള പേടകമാണ് ഇതിൻ്റെ പേലോഡ്. ഇത് വോയേജർ 2 ആണ്. ഒരു യഥാർത്ഥ പ്രപഞ്ചയാത്ര. വർഷങ്ങളോളം നീണ്ട യാത്രയും ശൂന്യമായ തണുത്ത ഇരുണ്ട ബഹിരാകാശത്തിലൂടെയുള്ള കോടിക്കണക്കിന് മൈലുകളും മുന്നിലുണ്ട്. മൊത്തം 2 വോയേജറുകളായിരുന്നു ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ വോയേജർ 2 ആണ് ആദ്യം വിക്ഷേപിച്ചത്. വീണ്ടും 16 ദിവസങ്ങൾക്ക് ശേഷം വോയേജർ 1. ഇതൊരു തെറ്റായിരുന്നില്ല. നാസ വിഭാവനം ചെയ്ത മഹത്തായതും അസാധാരണമാംവിധം സങ്കീർണവുമായ ഒരു തന്ത്രപരമായ പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്. അതിന് പിന്നിലുള്ള ബുദ്ധി നമ്മൾ ഉടനെ തന്നെ മനസ്സിലാക്കും. എന്നാൽ എന്തിനാണ് ഇത്രയും ദൂരത്തേക്ക് പോകുന്നത്, കോടിക്കണക്കിന് ഡോളർ ചിലവഴിക്കുന്നത്, ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളിക്കുന്നത്? ഒന്നാമത്തെ ലക്ഷ്യം വ്യാഴം, ശനി, അവയുടെ ഉപഗ്രഹങ്ങൾ, വലയങ്ങൾ, അന്തരീക്ഷങ്ങൾ, കാന്തിക മണ്ഡലങ്ങൾ
എന്നിവയെക്കുറിച്ചെല്ലാം പഠിക്കുക എന്നത് തന്നെയാണ്. ഈ വാതക ഭീമന്മാർ എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു, അവ അയൽക്കാരുമായി എങ്ങനെ ഇടപഴകുന്നു എന്ന് മനസ്സിലാക്കുക, ഇത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. ഈ ഭീമന്മാരായ പുറം ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിൻ്റെ ശില്പികൾ. അവയുടെ ഭീമൻ മാസ് ദശലക്ഷക്കണക്കിന് വസ്തുക്കളുടെ ഭ്രമണപഥങ്ങളെ നിയന്ത്രിക്കുന്നു. ഒരു വാൽനക്ഷത്രം എവിടെയായിരിക്കും കടന്നു പോകേണ്ടത്? ഒരു ചിഹ്നഗ്രഹം എപ്പോഴാണ് പതിക്കേണ്ടത്? അതോ അത് പതിക്കണമോ? പലപ്പോഴും ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവരാണ്. ഇവരുടെ ഗുരുത്വാകർഷണ ബലത്തിന് ഒന്നെങ്കിൽ സ്ഥിരത നൽകുവാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ സൗരയൂഥത്തെ തന്നെ നശിപ്പിക്കുവാനും സാധിക്കും. ഭീമന്മാരെക്കാൾ കൗതുകകരമാണ് ഇവരുടെ ഉപഗ്രഹങ്ങൾ. അഗ്നിപർവ്വതങ്ങളും ഗെയ്സറുകളും ഉപരിതലത്തിന് താഴെയുള്ള സമുദ്രങ്ങളും ഒരുപക്ഷെ ജീവനും ഉള്ള പൂർണ്ണമായ ലോകങ്ങളാണ് ഇവയിൽ ചിലത് എന്ന് നമുക്ക് ഇന്നറിയാം. എന്നാൽ 1970കളിൽ ശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനെക്കുറിച്ച് ചെറിയ സംശയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാതക ഭീമന്മാരുടെ ഉപഗ്രഹങ്ങൾ ഉൽക്കകൾ പതിച്ച് കുഴിഞ്ഞ തണുത്തുറഞ്ഞ കഷ്ണങ്ങളായി മാത്രമായിരുന്നു കാണപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഒട്ടും പ്രാധാന്യമില്ലാത്തവയായിട്ടാണ് അന്ന് അവയെ തോന്നിയിരുന്നത്. ആഴത്തിലുള്ള ബഹിരാകാശത്ത് ഈ ബഹിരാകാശ പേടകങ്ങൾ എങ്ങനെ പെരുമാറും? സിസ്റ്റങ്ങൾ എത്ര നാൾ നിലനിൽക്കും? കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം അവയ്ക്ക് ബന്ധം നിലനിർത്തുവാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു എഞ്ചിനീയറിംഗ് വെല്ലുവിളിയും ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് ആരും ഇതുപോലെ പരീക്ഷിച്ചിട്ടേയില്ല. എന്നാൽ ആ ദിവസം വന്നു. അത് ദൗത്യസംഘത്തിന് മണിക്കൂറുകളോളം കടുത്ത സമ്മർദ്ദം നൽകി. സെൻഡോർ അപ്പർ സ്റ്റേജ് വോയേജർ 2മായി വിജയകരമായി ഭ്രമണപഥത്തിലെത്തി. ആദ്യഘട്ടം അങ്ങനെ പൂർത്തിയായി. ഇനി നിർണായകമായ ഘട്ടമാണ്. പേടകത്തെ വ്യാഴത്തിലേക്ക് അയക്കുന്നതിനുള്ള കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ഊർജ്ജസ്വലമായ ഒരു തള്ളൽ. വിക്ഷേപണത്തിന് 71 മിനിറ്റുകൾക്ക് ശേഷം സെൻഡോർ സ്റ്റേജ് ബൂസ്റ്ററിൽ നിന്നും വേർതിരിയാൻ തുടങ്ങി. ആ നിമിഷം എല്ലാം ഒരു നൂലിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. വേർപിരിയൽ തുടങ്ങുമ്പോൾ മോഷൻ കൺട്രോൾ സബ്സിസ്റ്റമായ AACS കണക്കുകൂട്ടലുകളിൽ ചെറിയ പിഴവ് വരുത്തി. വേർപിരിയൽ നേരത്തെ തന്നെ സംഭവിച്ചതായി അനുമാനിക്കുകയും ദിശാബോധം നഷ്ടപ്പെട്ടതായി കണക്കാക്കുകയും ചെയ്തു. ഇത് ബാക്കപ്പ് ഗൈഡ് സിസ്റ്റത്തിലേക്ക് മാറി. ഇതൊരു നല്ല വാർത്തയായിരുന്നില്ല. ബാക്കപ്പ് സിസ്റ്റം ഒരുതരം സുരക്ഷിത മോഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത്, ധാരാളം നിയന്ത്രണങ്ങളോടുകൂടി തന്നെ. മൊത്തത്തിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ആയിരുന്നില്ല സംഭവിച്ചത്. ഭാഗ്യവച്ചാൽ സെൻഡോർ മൊഡ്യൂളിൽ സ്വയം നിയന്ത്രണ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് ശരിയായി പ്രവർത്തിച്ചു. ആ നിർണായക നിമിഷങ്ങളിൽ അത് സ്വയം പിശക് തിരുത്തി. വോയേജർ വേർപിരിയലിന് കൃത്യസമയത്ത് ദിശാബോധം സ്ഥിരപ്പെടുത്തി. എല്ലാം ഒതുങ്ങിയതായി തോന്നി. പക്ഷേ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ആരും അന്ന് വിശ്രമിക്കാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നുമില്ല. പേടകം ഇപ്പോഴും അതിൻ്റെ പാർക്കിംഗ് ഓർബിറ്റിൽ നിന്ന് പുറത്തു കടന്ന് വ്യാഴത്തിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. വേർപിരിഞ്ഞ നിമിഷങ്ങൾക്കകം തന്നെ വോയേജർ 2 അതിൻ്റെ സോളിഡ് ഫ്യൂവൽ സ്റ്റാർ 37E എഞ്ചിൻ ജ്വലിപ്പിച്ചു. ശക്തമായ ഒരു തള്ളൽ പേടകത്തെ ത്വരിതപ്പെടുത്തി. ആ 45 സെക്കൻഡുകൾ ദൗത്യസംഘത്തിന് ഒരു യുഗം പോലെയാണ് കടന്നുപോയത്. 43, 44, 45 എഞ്ചിൻ കട്ട് ഓഫായി. അവസാന വേഗത 10 മീറ്റർ പെർ സെക്കൻഡ്. ഉപഗ്രഹങ്ങളും ISSഉം ഭൂമിയെ ചുറ്റുന്ന വേഗതയുടെ ഏകദേശം ഇരട്ടി വേഗത. പാത ശരിയായി വന്നു. പക്ഷേ ആർക്കും ആശ്വസിക്കുവാൻ സാധിച്ചില്ല. അപ്രതീക്ഷിതമായ പല മിസ്റ്റേക്കുകളും സംഭവിച്ചു. പേടകം ഭൂമിയിൽ നിന്നും വളരെ അകലെയായിരിക്കുമ്പോൾ സജീവമാകാൻ രൂപകൽപ്പന ചെയ്യപ്പെട്ട സംവിധാനങ്ങളെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അബദ്ധവെച്ചാൽ ട്രിഗർ ചെയ്യപ്പെട്ടു. 1.5 മണിക്കൂറോളം പേടകം സ്വയം സ്ഥിരപ്പെടുത്തുവാൻ പാടുപെട്ടു. അല്പം ഇന്ധനം ഉപയോഗിച്ച് അത് ആന്റിനയെ ഭൂമിയിലേക്ക് ശ്രദ്ധയോടെ ക്രമീകരിച്ചു. ഒടുവിൽ ഓൺബോർഡ് അൽഗോരിതം ദിശാബോധം സ്ഥിരമാണെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ടും സിസ്റ്റം സ്റ്റാറ്റസ് ഡേറ്റ ആശങ്കകൾ ഉണർത്തി. നിർദ്ദിഷ്ട ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലാറ്റ്ഫോം ശരിയായി വിന്യസിപ്പിച്ചിട്ടില്ല എന്ന് അത് സൂചിപ്പിച്ചു. ഭാഗ്യവച്ചാൽ അതൊരു തെറ്റായ അലാറമായിരുന്നു. ഒരു തകരാറുള്ള സെൻസർ ആയിരുന്നു കുറ്റക്കാരൻ. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. 2 ആഴ്ചകൾക്ക് ശേഷം ഇതെല്ലാം വീണ്ടും സംഭവിച്ചു. അതായത് ഇപ്പോൾ സംഭവിച്ച ഈ പ്രശ്നങ്ങളെല്ലാം വീണ്ടും സംഭവിച്ചു. 1977 സെപ്റ്റംബർ 5 അതേ കേപ്പ് കനാവറൽ, ഏകദേശം അതേ പേലോഡ് വഹിക്കുന്ന അതേ തരം റോക്കറ്റ് വോയേജർ 1 വിക്ഷേപണത്തിന് തയ്യാറായി. ടൈറ്റൻ 3E റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചുയർന്നു. പക്ഷേ അതിൻ്റെ 2ാം ഘട്ടത്തിൽ LR-91 എഞ്ചിൻ ഷെഡ്യൂൾ ചെയ്തതിലും നേരത്തെ ഓഫായി. ദൗത്യം രക്ഷിക്കുവാൻ ഒരു ഘട്ടം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ.
സെൻഡോർ കമാൻഡ് നൽകി. സെൻഡോർ ഒറ്റയ്ക്ക് മുഴുവൻ ഭാരവും വഹിച്ചു. അത് വിജയിച്ചു. ടാങ്ക് ഏകദേശം പൂർണ്ണമായും കത്തിച്ചു. 3.4 സെക്കൻഡ് പ്രൊപ്പല്ലൻ്റ് മാത്രം അവശേഷിച്ചിരുന്നുള്ളൂ. അടുത്ത ആഴ്ചകളിലെ യാത്ര താരതമ്യേന സുഗമമായിരുന്നു, മറ്റൊരു ഹൃദയമിടിപ്പ് നിലയ്ക്കുന്ന നാടകം നടക്കുന്നതുവരെ. പക്ഷേ ഇത്തവണ സന്തോഷം കൊണ്ടായിരുന്നു. 1977 സെപ്റ്റംബർ 18 വിക്ഷേപിച്ച് 13 ദിവസങ്ങൾക്ക് ശേഷം JPL എഞ്ചിനീയർമാർ വോയേജർ 1 അതിൻ്റെ ക്യാമറ പ്ലാറ്റ്ഫോം സ്വന്തം വീടായ ഭൂമിയിലേക്ക് തിരിക്കുവാൻ കമാൻഡ് ചെയ്തു. പേടകം പ്ലാറ്റ്ഫോം സാവധാനം കറക്കി. ക്യാമറ ലെൻസ് ഒരു ജോഡിയെ പിടിച്ചെടുത്തു. ഭൂമിയും ചന്ദ്രനും. ചരിത്രത്തിൽ ആദ്യമായി ഭൂമിയും ചന്ദ്രനും ഒരുമിച്ച് കാണിക്കുന്ന ഒരു ചിത്രം ഒറ്റ ഫ്രെയിമിൽ പകർത്തുക. അതോടൊപ്പം തന്നെ ക്യാമറകളും മറ്റ് നിർണായക സംവിധാനങ്ങളും പൂർണ്ണമായും പരീക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതൊരു പ്രത്യേക ഓപ്പറേഷൻ തന്നെയായിരുന്നു. JPL എഞ്ചിനീയർമാർ പിന്നീട് ഒന്നായി മാറ്റുന്നതിനായി നിരവധി ചിത്രങ്ങൾ എടുത്തു. മൊത്തം 18 വ്യത്യസ്ത കോണുകൾ, ഓരോന്നും ചുവപ്പ്, പച്ച, നീല എന്നീ 3 കളർ ഫിൽറ്ററുകളിലൂടെ പകർത്തിയെടുത്തു. ആകെ 54 ഫ്രെയിമുകൾ. ആൻറ്റിന ഇപ്പോഴും ഭൂമിയിൽ ഉറപ്പിച്ചിട്ടില്ലാത്തതിനാൽ ഡേറ്റ ഓൺബോർഡ് മെമ്മറിയിൽ സേവ് ചെയ്തു. 1977 ഒക്ടോബർ മാസം 7 ഒക്ടോബർ മാസം 10 ഇത് ഭൂമിയിലേക്ക് കൈമാറിയത്. എന്നാൽ പേടകം പകർത്തിയത് പുറത്തുവിടുവാൻ നാസ ധൃതി കാണിച്ചില്ല. എല്ലാറ്റിനുമുപരി ഇതൊരു സ്മാർട്ട് ഫോൺ സെൽഫി ആയിരുന്നില്ല. ഡേറ്റ ശ്രദ്ധാപൂർവം വിശകലനം ചെയ്യുവാനും അന്തിമ ചിത്രം നിർമ്മിക്കുവാനും ടീമിന് മാസങ്ങൾ വേണ്ടിവന്നു. ഇതേസമയം ഇരട്ട പേടകങ്ങൾ തമ്മിലുള്ള ദൂരം അതിവേഗം കുറഞ്ഞു വന്നു. 1977 ഡിസംബർ മാസം 15 ഒരു ചരിത്ര പ്രധാനമായ ദിവസമായിരുന്നു. ഭൂമിയിൽ നിന്നും ഏകദേശം 106 ദശലക്ഷം മൈൽ അകലെ വെച്ച് വോയേജർ 1 അതിൻ്റെ ഇരട്ട സഹോദരനെ മറികടന്ന് മുന്നിലെത്തി. അത് എല്ലാ അർത്ഥത്തിലും മുന്നിലായി. ദൗത്യത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരെയുള്ള വസ്തു. പക്ഷേ അതെങ്ങനെ സാധിച്ചു? എന്തുകൊണ്ടാണ് ആദ്യത്തെ വോയേജർ രണ്ടാമത് വിക്ഷേപിച്ചത്? വീണ്ടും എങ്ങനെയാണ് അതിന് മുന്നിലെത്തുവാൻ സാധിച്ചത്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര സങ്കീർണമാക്കിയത്? ഉത്തരങ്ങളെല്ലാം ലളിതമാണ്. 2 പേടകങ്ങൾക്കും വ്യത്യസ്തമായ യാത്രാപാതകളായിരുന്നു ഉണ്ടായിരുന്നത്. വോയേജർ 2 റൂട്ട് കൂടുതൽ സങ്കീർണവും വേഗത കുറഞ്ഞതുമായതിനാൽ അത് ആദ്യം വിക്ഷേപിക്കപ്പെട്ടു. ഇതേസമയം വോയേജർ 1 കൂടുതൽ നേരിട്ടുള്ള പാതയാണ് പിന്തുടർന്നത്. ഈ റൂട്ടുകൾ ഇന്ധന ലഭ്യത അനുസരിച്ചായിരുന്നില്ല നിർണയിച്ചത്. പ്രധാന എഞ്ചിനുകൾ ഗ്രഹങ്ങൾ തന്നെയായിരുന്നു. 4 ഔട്ടർ പ്ലാനറ്റുകളും സന്ദർശിക്കുവാനുള്ള ആശയം സൗരയൂഥത്തിൻ്റെ ഈ ഘടനയിൽ നിന്ന് തന്നെയാണ് രൂപം കൊണ്ടത്. പലപ്പോഴും സംഭവിക്കുന്ന പോലെ അത് അവിചാരിതമായി ശ്രദ്ധിക്കപ്പെട്ടു. 1965 കാലിഫോർണിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന മൈക്കിൾ മിനോവിച്ച് ഒരു വിപ്ലവകരമായ കണ്ടെത്തൽ നടത്തി. ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു ബഹിരാകാശ പേടകത്തിന് ഇന്ധനം കത്തിക്കാതെ വേഗത വർദ്ധിപ്പിക്കുവാൻ ഒരു ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണം ഉപയോഗിക്കാമെന്ന് അദ്ദേഹം ഗണിതശാസ്ത്രപരമായി തെളിയിച്ചു. തുടർന്ന് നമ്മൾ ആദ്യം കണ്ട പോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന എഞ്ചിനീയർ ഗാരി ഗ്ലാൻഡ്രോ ഒരു കാര്യം ശ്രദ്ധിച്ചു. അത് എല്ലാവരെയും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. നമ്മൾ വേഗത്തിൽ പ്രവർത്തിക്കണം. നമ്മളിപ്പോൾ തുടങ്ങണം. അത്യപൂർവമായ ഒരവസരം വന്നു ചേർന്നു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒന്ന്. രണ്ടാമത് ഈ അവസരം ഉണ്ടാകില്ല. 10 വർഷത്തിലോ 50 വർഷത്തിലോ ഉണ്ടാകില്ല. 176 വർഷങ്ങൾക്കിടയിൽ മാത്രം. അതെ, 176 വർഷത്തിലൊരിക്കൽ അവയെല്ലാം സൂര്യൻ്റെ ഒരേ വശത്തേക്ക് ഒരുമിച്ച് ചേരും. 176 വർഷത്തിൽ ഒരിക്കൽ പുറംഗ്രഹങ്ങൾ ഒരു അത്യപൂർവ രൂപീകരണത്തിൽ അണിനിരക്കും. അത് ഗുരുത്വാകർഷണ സഹായ തന്ത്രങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് അനുവാദം നൽകും. ഇതാണ് ഒരു ബഹിരാകാശ പേടകം ഒരു ഗ്രഹത്തോട് വളരെ അടുത്തുകൂടി എന്നാൽ ഒരു ടാൻജൻ്റായി കടന്നു പോകുന്നത്. ഇത് ഉയർന്ന വേഗതയിലും ചെയ്യണം. കൃത്യമായി ചെയ്താൽ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണം ഒരു കവണ അല്ലെങ്കിൽ ട്രാംപോളിൻ പോലെ പ്രവർത്തിക്കും. നിങ്ങൾ വ്യാഴത്തെ ശരിയായ രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ വ്യാഴം പേടകത്തെ ഗുരുത്വാകർഷണപരമായി പിടിച്ച് ഒരു കവണ പോലെ വലിച്ചെറിയും. വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രക്കിലേക്ക് ഒരു പന്ത് എറിയുന്നത് സങ്കല്പിക്കുക. പന്ത് തെറിച്ചു പോവുകയും മുമ്പത്തേതിനേക്കാൾ വേഗതയിൽ പറന്നു പോവുകയും ചെയ്യും. ട്രക്കിൻ്റെ ആക്കം കുറച്ചെടുത്ത പോലെ ബഹിരാകാശ പേടകവും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് ഗ്രഹത്തെ കടന്നു പോവുകയും അതിൻ്റെ ഭ്രമണപഥ ഊർജത്തിൻ്റെ കുറച്ച് ഭാഗം എടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇന്ധനം ഉപയോഗിക്കാതെ തന്നെയാണ് സംഭവിക്കുക. ഭൗതികശാസ്ത്രവും അതീവ കൃത്യമായ കണക്കുകൂട്ടലുകളും മാത്രം. തുടർന്ന് പേടകം അടുത്ത ഗ്രഹത്തിലേക്ക് പറക്കുകയും തന്ത്രം വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. മൊത്തത്തിൽ 4 തവണ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, അങ്ങനെ. 1977 ഒരു ബഹിരാകാശ പേടകത്തിന്
വ്യാഴത്തിലൂടെ പറന്ന് ശനിയിലേക്കും യുറാനസിലേക്കും ഒടുവിൽ നെപ്റ്റ്യൂണിലേക്കും പോകുവാൻ കഴിയുമെന്ന് അദ്ദേഹം അങ്ങനെ കണ്ടെത്തി. എല്ലാം ആ ക്രമത്തിൽ തന്നെ. വോയേജർ പാതകൾ ഒടുവിൽ ഇങ്ങനെയായിരുന്നു. വോയേജർ 2 വിക്ഷേപണം സൗരകേന്ദ്രീകൃത ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുന്നു. വ്യാഴത്തിന് അരികിലൂടെയുള്ള പറക്കൽ. ഗുരുത്വാകർഷണ സഹായം ഉപയോഗിച്ച് അതിൻ്റെ പാത ശനിയിലേക്ക് മാറ്റുന്നു. ശനിക്കടുത്തുള്ള മറ്റൊരു ഗുരുത്വാകർഷണ സഹായം ഉപയോഗിച്ച് അതിൻ്റെ പാത വീണ്ടും ക്രമീകരിക്കുന്നു. യുറാനസിലേക്ക് തിരിയുന്നു. യുറാനസിൽ മറ്റൊരു തന്ത്രം. നെപ്റ്റ്യൂണിലേക്ക് അല്പം ചെരിഞ്ഞ പാത. നെപ്റ്റ്യൂണിൻ്റെ ധ്രുവത്തിലൂടെയുള്ള പറക്കൽ. ഗ്രഹതലത്തിന് 48 ഡിഗ്രി താഴെയായി കുത്തനെയുള്ള ഒരു ഗുരുത്വാകർഷണ സഹായ ഡൈവ്. നെപ്റ്റ്യൂണിന് ശേഷം കൂടുതൽ തന്ത്രങ്ങളില്ല. വോയേജർ 2 അങ്ങനെ സൗരയൂഥത്തിൻ്റെ പുറത്തേക്ക് പോകുന്നു. വോയേജർ 1ൻ്റെ വിക്ഷേപണം സൗരകേന്ദ്രീകൃത ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുന്നു. വ്യാഴത്തിന് അരികിലൂടെയുള്ള പറക്കൽ. ഗുരുത്വാകർഷണ സഹായം ഉപയോഗിച്ച് അതിൻ്റെ പാത ശനിയിലേക്ക് മാറ്റുന്നു. ശനിക്കും ടൈറ്റനും സമീപം ഇരട്ട ഗുരുത്വാകർഷണ സഹായം ഉപയോഗിച്ച് അതിൻ്റെ പാത ഗ്രഹതലത്തിന് 35 ഡിഗ്രി മുകളിലേക്ക് കുത്തനെ വലിച്ചെറിയുന്നു. ശനിക്ക് ശേഷം വലിയ സഹായങ്ങളൊന്നുമില്ല. വോയേജർ 1 അങ്ങനെ സൗരയൂഥം വിട്ട് പറന്നു പോകുന്നു. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ് ഇന്ധനം ലാഭിക്കുന്നതിനേക്കാൾ വലുതായിരുന്നു. ഇത് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. ഓരോ ഗുരുത്വാകർഷണ സഹായവും പേടകത്തിന് വേഗത വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഗതി ഗണ്യമായി മാറ്റുകയും ചെയ്യുന്നു. ഈ ഗുരുത്വാകർഷണ കവണകളല്ലാതെ പേടകത്തിന് ഇത്രയും വൈവിധ്യത്തോടെ സഞ്ചരിക്കുവാൻ കഴിയുമായിരുന്നില്ല. എൻജിൻ പവറും ഇന്ധന ലഭ്യതയും അത്തരം പ്രകടനത്തിന് ഒട്ടും മതിയായിരുന്നില്ല. ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച് വോയേജർ 2 വെറും 12 വർഷങ്ങൾ കൊണ്ടാണ് നെപ്റ്റ്യൂണിൽ എത്തിയത്. ഇവയില്ലായിരുന്നുവെങ്കിൽ യാത്രയ്ക്ക് 25 മുതൽ 30 വർഷങ്ങൾ വരെ എടുക്കുമായിരുന്നു. അതായത് 18 വർഷം വരെ വ്യത്യാസം. ഗ്രഹങ്ങൾ കൃത്യമായി അണിനിരക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപകട സാധ്യത വളരെ വലുതായിരുന്നു. മുൻപ് ഇത്തരത്തിലുള്ള അവസരം വന്നപ്പോൾ നെപ്പോളിയൻ യൂറോപ്പിലെ തൻ്റെ വിജയം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അമേരിക്ക 16 സംസ്ഥാനങ്ങളുള്ള ഒരു ചെറിയ റിപ്പബ്ലിക് ആയിരുന്നു. റെയിൽവേ ഇല്ല, ടെലിഗ്രാഫ് ഇല്ല. അങ്ങനെ നമുക്ക് ഇന്നറിയാവുന്ന ഒന്നും തന്നെ ഇല്ലാതിരുന്ന കാലഘട്ടം. ഈ അവസരത്തിൽ ഇത് നടന്നില്ലായിരുന്നു എങ്കിൽ അടുത്ത അവസരം എന്നത് 22-ാം നൂറ്റാണ്ടിലായിരുന്നു. 2152 മാത്രമേ ഇതുപോലെ ഗ്രഹങ്ങളെല്ലാം ഒരേ നിരയിൽ വരൂ. എന്നാൽ രണ്ടാമത്തെ അവസരത്തിനായി കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വിക്ഷേപണത്തിന് ശേഷമുള്ള എല്ലാ വെല്ലുവിളികൾക്കിടയിലും 2 പേടകങ്ങളും സ്ഥിരമായി വ്യാഴത്തിലേക്കുള്ള പാതയിലായിരുന്നു. 2 ആളില്ലാത്ത വോയേജർ പേടകങ്ങളിൽ ഒന്ന് വ്യാഴത്തിലേക്കുള്ള യാത്രാമധ്യേ എടുത്ത ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. 1978 ജനുവരി 10 നാസ ഈ യുഗപരമായ ചിത്രം പുറത്തിറക്കി. ഭൂമിയെയും ചന്ദ്രനെയും ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ കാണിക്കുന്ന ഒരു ബഹിരാകാശ പേടകമെടുത്ത ആദ്യത്തെ ചിത്രം. JPL ലാബിൽ അവർ ചിത്രങ്ങൾ പ്രോസസ് ചെയ്തു. 3 കറുപ്പും വെളുപ്പും ഫ്രെയിമുകൾ, ഓരോന്നും ചുവപ്പ്, പച്ച, നീല എന്നീ കളർ ഫിൽറ്ററുകളിലൂടെ കടത്തിവിട്ട് ഒരു പൂർണ്ണ കളർ ചിത്രമായി സംയോജിപ്പിച്ചു. എന്നാൽ അതുമാത്രം പോരായിരുന്നു. ചന്ദ്രന് ഭൂമിയേക്കാൾ മങ്ങൽ കൂടുതലാണ്. അതിനാൽ ചിത്രത്തിൽ നഷ്ടപ്പെടാതിരിക്കുവാൻ അതിൻ്റെ തെളിച്ചം 3 ഇരട്ടിയാക്കി. ഇതൊരു പബ്ലിക് റിലീസ് തന്ത്രമായിരുന്നില്ല. ഈ ഫോട്ടോയുടെ നിലനിൽപ്പ് തന്നെ വോയേജർ 1ൻ്റെ ക്യാമറകളും ഡേറ്റ സ്റ്റോറേജ് സംവിധാനങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഭാവിയിലെ നേട്ടങ്ങൾക്കായി തയ്യാറാണ് എന്നും സ്ഥിരീകരിച്ചു. അതുതന്നെ ഒരു അവിശ്വസനീയമായ നേട്ടമായിരുന്നു. കാരണം 2025ൻ്റെ കാഴ്ചപ്പാടിൽ അക്കാലത്ത് അത്തരത്തിലൊരു ദൗത്യം എങ്ങനെ സാധ്യമായി എന്ന് മനസ്സിലാക്കുവാൻ പോലും നമുക്ക് പ്രയാസമാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് 4.5 പതിറ്റാണ്ടിന് മുൻപുള്ള കാലത്താണ്. അന്ന് നാസയ്ക്ക് ഇന്ന് ഫേസ്ബുക്കിനുള്ളതിനേക്കാളും കുറഞ്ഞ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ചില കാര്യങ്ങളിൽ അവർ ഒരു സ്റ്റാർട്ടപ്പ് പോലെ തന്നെയായിരുന്നു. മുൻപത്തെ വിജയകരമായ ദൗത്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഷട്ടിലുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ISS ഉണ്ടായിരുന്നില്ല. ചൊവ്വയിലേക്കുള്ള പദ്ധതികളൊന്നും വിഭാവനം ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇൻ്റർനെറ്റില്ലായിരുന്നു, GPS സംവിധാനമില്ലായിരുന്നു, മൊബൈൽ ഫോണുകൾ പോലും ഇല്ലായിരുന്നു. സ്റ്റാർ വാർഡെന്ന് തിയേറ്ററിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബീറ്റിൽസ് പിരിഞ്ഞിട്ട് 7 വർഷം മാത്രമേ ആയിരുന്നുള്ളൂ. സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് അമേരിക്ക കേട്ടു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. USSR അന്ന് തകർന്നിട്ടുണ്ടായിരുന്നില്ല. ആളുകൾ പരസ്പരം കടലാസിലും സ്റ്റാമ്പിലുമാണ് കത്തുകൾ എഴുതിയിരുന്നത്. അത് തികച്ചും വ്യത്യസ്തമായൊരു ലോകമായിരുന്നു. തികച്ചും വ്യത്യസ്തമായൊരു നൂറ്റാണ്ട്. അപ്പോൾ എന്തായിരുന്നു ഈ വോയേജറുകൾ? അക്കാലത്ത് അവ നിർമ്മിച്ചത് എങ്ങനെയാണ്? ക്യാമറകൾ,
സ്പെക്ട്രോമീറ്ററുകൾ, മാഗ്നറ്റോമീറ്ററുകൾ എന്നിവയും മറ്റു സങ്കീർണ ഉപകരണങ്ങളുമെല്ലാം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വലിയ ശാസ്ത്രീയ സ്റ്റേഷനുകളാകാനാണ് അവയെ ഉദ്ദേശിച്ചിരുന്നത്. വോയേജറുകൾക്ക് ധാരാളം ഡേറ്റ ശേഖരിക്കുവാനും അത് രേഖപ്പെടുത്തുവാനും ഭൂമിയിലേക്ക് കൈമാറുവാനും പുതിയ കമാൻഡുകൾ സ്വീകരിക്കുവാനും വർഷങ്ങളോളം ഇതെല്ലാം ചെയ്യുകയും വേണ്ടിയിരുന്നു. ഇത്രയും ദൂരത്തിൽ, ഇത്രയും നിലവാരത്തിൽ, ബഹിരാകാശത്ത് ഇത്രയും വലിയ ലക്ഷ്യം വെച്ച് ഇതിനു മുൻപും ആരും ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇത്രയും ദൂരത്തേക്ക്, ആഴത്തിലുള്ള ബഹിരാകാശത്തേക്ക് പോകുവാൻ കഴിയുന്ന ഒരു പുതിയ തരം ബഹിരാകാശ പേടകം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമായി. 1972 നാസ മാരിയൻ ജൂപ്പിറ്റർ സാറ്റേൺ 1977 എന്ന പുതിയ പ്രോജക്റ്റിന് അംഗീകാരം നൽകി. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ദൗത്യത്തിന് അതിൻ്റെ ഐക്കോണിക് നാമമായ വോയേജർ ലഭിച്ചത്. എന്നാൽ പേടകത്തിൻ്റെ സജീവമായ വികാസം കൃത്യമായ കാലത്താണ് ആരംഭിച്ചത്. ജോൺ കാസിനി ആയിരുന്നു പ്രൊജക്റ്റിൻ്റെ എഞ്ചിനീയറിംഗ് വശം കൈകാര്യം ചെയ്തത്. എഡ്വേർഡ് സ്റ്റോൺ ശാസ്ത്രീയ ഡയറക്ടറായി. വിശ്വാസ്യതയ്ക്കായി കമ്പ്യൂട്ടറുകളും നാവിഗേഷൻ യൂണിറ്റുകളും ഉൾപ്പെടെ മിക്ക സിസ്റ്റങ്ങളും ഇരട്ടിയാക്കി. വാസ്തവത്തിൽ തുടക്കം മുതൽ തന്നെ പരസ്പരം ബാക്കപ്പ് നൽകുവാൻ കഴിയുന്ന 2 ഒരേപോലുള്ള ബഹിരാകാശ പേടകങ്ങൾ നിർമ്മിക്കുവാൻ അവർ തീരുമാനിച്ചു. ഒന്നിന് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊന്ന് ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും. എഞ്ചിനീയർമാർ പരമാവധി വിശ്വസ്തതയ്ക്കായി വ്യക്തിഗത ഘടകങ്ങൾ പലപ്പോഴും കൈകൊണ്ട് പരീക്ഷിച്ചു. കാരണം വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒന്നും നന്നാക്കാൻ കഴിയില്ല. കൂടാതെ നിരവധി സങ്കീർണമായ തന്ത്രങ്ങളുള്ള ഈ ദൗത്യം പതിറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വോയേജർ പേടകങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓരോ വോയേജറും 20 ഇഞ്ച് ഉയരവും 70 ഇഞ്ച് വ്യാസവുമുള്ള ഒരു ദശഭുജ പ്രിസം ആകൃതിയിലുള്ള അടച്ച ഒരു ബോഡി ഉൾക്കൊള്ളുന്നു. അതിൽ ഭൂമിയുമായി ആശയവിനിമയം നടത്തുവാൻ 144 ഇഞ്ച് വ്യാസമുള്ള ഒരു ഹൈ ഗെയിൻ ആൻറ്റിന, ത്രസ്റ്ററുകൾ, റേഡിയോ ഐസോട്ടോപിക് ജനറേറ്ററുകൾ, ഒരു റേഡിയേറ്റർ, കൂടാതെ ശാസ്ത്രീയ ഉപകരണങ്ങൾക്കായുള്ള വിന്യസിപ്പിക്കുവാൻ കഴിയുന്ന ബൂമറുകൾ എന്നിവ ഘടിപ്പിച്ചിരുന്നു. ഇന്ധനമൊഴികെയുള്ള പേടകത്തിൻ്റെ മൊത്തം ഭാരം എന്നത് ഏകദേശം 720 കിലോഗ്രാമോളമാണ്. ഉയരത്തിൽ ഇത് ഏകദേശം ഒരു മുതിർന്ന മനുഷ്യൻ്റെ അത്രയും ഉയരമുണ്ടായിരുന്നു. പക്ഷേ വലിയ ആകൃതിയുള്ള ഡിഷ് ആൻറ്റിന കാരണം കാഴ്ചയിൽ ഇത് വളരെ വലുതായിട്ടാണ് തോന്നുന്നത്. പേടകത്തിൻ്റെ ചെവിയും ശബ്ദവും ബഹിരാകാശത്ത് നിന്ന് കേൾക്കുന്നതും അതിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതുമായ എല്ലാം ആ ഡിഷിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇനി നമുക്ക് ഒരു തമാശ പോലെ തോന്നിക്കുന്ന കാര്യം കാണാം. ഏകദേശം 68 കിലോ ബൈറ്റ് സംയോജിത റാമുള്ള 3 പ്രത്യേക കമ്പ്യൂട്ടർ സംവിധാനങ്ങളാണ് ഈ പേടകത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. 2025 ആ സംഖ്യയുടെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമ്മിൽ പലർക്കും ഒരു നിമിഷം നിർത്തി ചിന്തിക്കേണ്ടി വരും. കാരണം നമ്മളെല്ലാം ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾക്ക് ജിഗാബൈറ്റുകൾക്കോ 10,000 ജിഗാബൈറ്റുകളോ റാമുണ്ട്. ഒരു ജിഗാബൈറ്റ് ഏകദേശം 1 ബില്യൺ ബൈറ്റിന് തുല്യമാണ്. ഒരു മെഗാബൈറ്റിൽ 1 ദശലക്ഷം ബൈറ്റുകളുണ്ട്. 1 കിലോബൈറ്റ് വെറും 1000 ബൈറ്റുകളാണ്. നമ്മുടെ സ്മാർട്ട് ഫോണിന് വോയേജറിലെ എല്ലാ കമ്പ്യൂട്ടറുകളെക്കാളും ഏകദേശം 2,40,000 മടങ്ങിൽ കൂടുതൽ മെമ്മറി ഉണ്ട്. എല്ലാ നാവിഗേഷനും, എല്ലാ ടെലിമെട്രിയും, എല്ലാ സിസ്റ്റം നിയന്ത്രണവും, ഇതെല്ലാം കൂട്ടിയാലും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രത്തിൻ്റെ ഫയൽ വലിപ്പത്തേക്കാൾ കുറഞ്ഞ മെമ്മറിയേ ഉള്ളൂ. ഇന്ന് ഒരു കെറ്റിലിനോ ഇസ്തിരിപ്പെട്ടിക്കോ പോലും ആ വിദൂര കാലഘട്ടത്തിലെ ഒരു ബഹിരാകാശ പേടകത്തേക്കാൾ കൂടുതൽ മെമ്മറി ഉണ്ടാകും. ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്. പ്രധാനപ്പെട്ട ഡേറ്റ ഓൺബോർഡിൽ സൂക്ഷിക്കുവാൻ വോയേജറുകൾക്ക് ഡേറ്റ സ്റ്റോറേജും ഉണ്ടായിരുന്നു. ഇന്നത്തെ ഫ്ലാഷ് ഡ്രൈവുകൾ പോലെ. 1977 ഈ ഫ്ലാഷ് ഡ്രൈവ് 67 MB ശേഷിയുള്ള ഒരു മാഗ്നറ്റിക് ടേപ്പ് റെക്കോർഡർ ആയിരുന്നു. ക്യാമറകൾ എടുത്ത ശേഷം 100 ചിത്രങ്ങൾക്ക് മാത്രമേ അത് മതിയായിരുന്നുള്ളൂ. അവ ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതുവരെ ടേപ്പിൽ സൂക്ഷിച്ചു. അതെ, ഗ്രൗണ്ട് സ്റ്റേഷനുകൾ ഇല്ലായിരുന്നെങ്കിൽ വോയേജറുകൾക്ക് വെറും ഉപയോഗശൂന്യമായ ലോഹക്കട്ടകൾ പോലെയായി മാറിയേനെ. അതുകൊണ്ട് അവ എത്രത്തോളം യാത്ര ചെയ്യുന്നവോ അത്രത്തോളം തന്നെ ആ സ്റ്റേഷനുകളും നിർണായകമായി മാറി. 1978 ഏപ്രിൽ മാസം വോയേജർ 1 ഇതിനോടകം ഭൂമിയിൽ നിന്നും 165 ദശലക്ഷം മൈൽ ദൂരം എത്തിക്കഴിഞ്ഞു. ഇത്ര ദൂരം സഞ്ചരിച്ചു എന്നത് വളരെ നല്ലൊരു വാർത്തയാണ്. പക്ഷേ അതൊരു മോശം വാർത്തയായും ചിലർക്ക് തോന്നി. കാരണം ഇത് വ്യാഴത്തോടടുത്തടുത്ത് വരുന്നു. അതിൻ്റെ മോശം കാര്യം എന്തെന്നാൽ ആശയവിനിമയം മോശമാകാൻ തുടങ്ങി. പക്ഷേ അത് പ്രതീക്ഷിച്ചതാണ്. പേടകം വാതക ഭീമൻ്റെ ആദ്യത്തെ കറുപ്പും വെളുപ്പും കലർന്ന ടെസ്റ്റ് ഫോട്ടോകൾ വിജയകരമായി എടുക്കുകയും അത് ഭൂമിയിലേക്ക് കൈമാറാൻ തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം
അത് ഓരോ 96 സെക്കൻഡിലും ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി. അടുത്ത 60 വ്യാഴ ദിവസത്തേക്ക്, അതായത് 25 ഭൗമദിനത്തിലേക്ക്. ആ ഫോട്ടോകളെല്ലാം പിന്നീട് ഒരു ടൈം ലാബ് സൂം ഇൻ വീഡിയോയായി സംയോജിപ്പിക്കും. അന്നത്തെ ഫ്രെയിമുകളുടെ നിലവാരം നിശബ്ദ ചാർലി ചാപ്ലിൻ കാലഘട്ടത്തെ സിനിമകളെ അനുസ്മരിപ്പിച്ചു. എന്നാൽ അക്കാലത്ത് ഭൂമിയിൽ നിന്നുള്ള ദൂരദർശിനികളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെയും അത് മറികടന്നു. അത്രയും ദുർബലമായ സിഗ്നൽ ഉപയോഗിച്ചു പോലും. റേഡിയോ തരംഗങ്ങൾ പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം ദൂരത്തിലെത്തുന്നുവോ ആ ദൂരം എന്നത് വലിയൊരു പ്രശ്നമായി മാറും. ഭൂമിയിൽ നിന്നും അയക്കുന്ന ഓരോ കമാൻഡും പേടകത്തിലെത്തിച്ചേരുവാൻ ഏകദേശം 15 മിനിറ്റാണ് സമയമെടുക്കുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഒരു സിഗ്നൽ ചന്ദ്രനിലെത്തുവാനുള്ള സമയം നോക്കാം. ഒരു സിഗ്നൽ ചന്ദ്രനിലെത്തുവാൻ 1.5 സെക്കൻഡ് മാത്രമേ എടുക്കൂ. ഓരോ കമാൻഡും ഒരു ബഹിരാകാശ പിങ് പോങ് ഗെയിം പോലെയായിരുന്നു. ഭൂമി നിർദ്ദേശങ്ങൾ അയക്കുന്നു. അത് പേടകത്തിലെത്തുവാൻ 15 മിനിറ്റ് സമയമെടുക്കുന്നു. അതായത് ആദ്യത്തെ ദൗത്യ ലക്ഷ്യത്ത് പോലും. ഏതൊരു അഭ്യർത്ഥനയ്ക്കും ഒരു പ്രതികരണത്തിനായി ഭൂമി അരമണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. അത്രത്തോളം ദൂരെയാണ് വ്യാഴം. ദൂരം ഒരു വെല്ലുവിളിയാണെങ്കിൽ സിഗ്നൽ ശക്തി മറ്റൊന്നാണ്. വോയേജറിൽ നിന്ന് അയക്കുന്ന സിഗ്നൽ അതിൻ്റെ ഓൺബോർഡ് ട്രാൻസ്മിറ്ററിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിൻ്റെ പവർ ഇവിടെയായിരുന്നു. ഇത് മനസ്സിലാക്കുവാൻ നമ്മൾ ശരിക്കും ഒന്ന് നിർത്തണം. 23 വാട്ട്. അത് ഞെട്ടിക്കുന്നതാണ്. കിലോ വാട്ടല്ല, വെറും 23 വാട്ട്സ്. വ്യാഴത്തിലേക്കും അതിനപ്പുറത്തേക്കും പോകുന്ന ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ ട്രാൻസ്മിറ്ററിനേക്കാൾ കൂടുതൽ പവർ നമ്മുടെ വീട്ടിലെ ബൾബിനുണ്ട്. വിചിത്രമെന്ന് തോന്നാമെങ്കിലും ആഴത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങളുടെ യാഥാർത്ഥ്യം ഇതാണ്. ഇതിലും കൂടുതൽ പവർ ആവശ്യമായി വന്നാൽ പേടകത്തിന് അത് നൽകാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഒരു നേർത്ത സിഗ്നൽ ഒരു പിശകും കൂടാതെ പിടിച്ചെടുത്ത് ഡീകോഡ് ചെയ്യേണ്ടതായി വരും. ഇത് സാധ്യമാക്കുവാൻ ശാസ്ത്രജ്ഞന്മാർക്ക് വർഷങ്ങളോളം സമയം വേണ്ടി വന്നു. എഞ്ചിനീയർമാർ വോയേജർ പ്രോട്ടോടൈപ്പുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ലോകത്തിൻ്റെ 3 വിദൂര കോണുകളിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നടക്കുകയായിരുന്നു. ഗോൾഡ് സ്റ്റോൺ കാലിഫോർണിയ, മൊജാവെ മരുഭൂമി. റോബൽഡോ ഡി ചവേല, സ്പെയിനിലെ മാൻഡ്രിഡിനടുത്തുള്ള കുന്നുകൾ. ഓസ്ട്രേലിയയിലെ ക്യാൻബറയ്ക്കടുത്തുള്ള ടിഡ്ബിൻബില്ല താഴ്വര. ഈ 3 സ്ഥലങ്ങളും ഒരുമിച്ച് ഡീപ് സ്പേസ് നെറ്റ്വർക്ക് എന്ന ഒറ്റ സംവിധാനം രൂപീകരിച്ചു. ഈ സ്റ്റേഷനുകൾ തന്ത്രപരമായി സ്ഥാപിച്ചു. ഭൂമിയുടെ ഭ്രമണം പരിഗണിക്കാതെ അവയിൽ ഒരെണ്ണത്തിന് എല്ലായ്പ്പോഴും പേടകത്തിലേക്ക് കാഴ്ചയുണ്ടാകും. ആ സമയത്ത് മുഴുവൻ നെറ്റ്വർക്കും നവീകരിക്കുവാൻ JPL ഔദ്യോഗികമായി അനുമതി നൽകി. എഞ്ചിനീയർമാർ പഴയ ഡിഷുകളും ഉപകരണങ്ങളും നവീകരിച്ചു. അവയിൽ ചിലത് അപ്പോളോ ദൗത്യത്തിൽ ഉപയോഗിച്ചതായിരുന്നു. പക്ഷേ വോയേജറുകൾക്ക് അവർക്ക് വലുതും കൂടുതൽ സങ്കീർണവുമായ എന്തെങ്കിലും ആവശ്യമായിരുന്നു. 1977 ആയപ്പോഴേക്കും ഓരോ DSN സ്റ്റേഷനിലും ഓരോ വലിയ 210 അടി ആന്റിനയും 1960കളിൽ ഉണ്ടായിരുന്ന 85 അടി വ്യാസമുള്ള പഴയതും ചെറുതുമായ ആന്റിനകളും ഉണ്ടായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ പുതിയ കൂടുതൽ ശക്തമായ 112 അടി ആന്റിനകളും പഴയ 210 അടി ഡിഷുകളും ചേർക്കാൻ പദ്ധതിയിട്ടു. അവയുടെ അറ്റത്ത് വളയങ്ങൾ ചേർത്ത് 230 അടിയായി വികസിപ്പിക്കുവാൻ അവർ പോവുകയായിരുന്നു. ഈ ആന്റിനകളുടെ ഹൃദയഭാഗത്ത് റൂബി മെസേഴ്സ് എന്ന പ്രത്യേക സിഗ്നൽ റിസീവറുകൾ ഉണ്ടായിരുന്നു. ലൈറ്റിന് പകരം റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലേസറുകൾക്ക് സമാനമായ ഈ ഉപകരണങ്ങൾ അതിലോലമായ മൈക്രോഫോണുകളായി പ്രവർത്തിക്കുവാൻ ഉദ്ദേശിച്ചുള്ളവയായിരുന്നു. കാരണം അവ 0-ത്തോടടുത്ത താപനിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ശബ്ദം അഭൂതപൂർവമായ നിലകളിലേക്ക് കുറയ്ക്കുന്നതിനുള്ള ഏക മാർഗമായിരുന്നു ഇത്. ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നുള്ള ഒരു സിഗ്നലിൻ്റെ നേർത്ത ശബ്ദം കേൾക്കേണ്ടതിനാൽ സ്റ്റേഷനുകൾ അവിശ്വസനീയമായ വിധം സെൻസിറ്റീവാക്കി. ആ നേർത്ത 23 വാട്ട് ട്രാൻസ്മിറ്റർ പതിറ്റാണ്ടുകളോളം ഡേറ്റ ഭൂമിയിലേക്ക് അയക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഓരോ വോയേജറിനും അതിൻ്റെ കാലത്തെ മികച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ച് എത്തിച്ചേരുവാൻ കഴിയുന്നതല്ല. വോയേജറുകളിൽ അക്കാലത്ത് ഏറ്റവും മികച്ച ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരുന്നു. ക്യാമറ സംവിധാനങ്ങൾ, ഒരു ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ, റേഡിയോമീറ്റർ, ഒരു മാഗ്നറ്റോമീറ്റർ, ഒരു പ്ലാസ്മ സ്പെക്ട്രോമീറ്റർ, കൂടാതെ മറ്റു പലതും. ഓരോ പേടകത്തിലും മൊത്തം 11 ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അതിശയോക്തിയില്ലാതെ പറഞ്ഞാൽ ക്യാമറകൾ അക്കാലത്തെ എഞ്ചിനീയറിംഗ് വൈവിധ്യത്തിൻ്റെ ഒരു നേട്ടമായിരുന്നു. അവയിൽ 2 സ്വതന്ത്ര മൊഡ്യൂളുകൾ ഉൾപ്പെടുത്തിയിരുന്നു. അവയിൽ ഒന്ന് നാരോ ആംഗിൾ ക്യാമറയായിരുന്നു, മറ്റൊന്ന് വൈഡ് ആംഗിൾ ക്യാമറയും. നാരോ ആംഗിൾ ക്യാമറ ഉപഗ്രഹങ്ങളുടെയും ഗ്രഹ ഉപരിതലങ്ങളുടെയും വിശദാംശങ്ങൾ പകർത്തുവാൻ രൂപകൽപ്പന ചെയ്ത ഒരു തരം ദൂരദർശിനി പോലെ പ്രവർത്തിച്ചു. വൈഡ് ആംഗിൾ ക്യാമറ പനോരമിക് കാഴ്ചകൾ, വലിയ സംവിധാനങ്ങൾ, അന്തരീക്ഷത്തിൻ്റെ ചിത്രങ്ങൾ എന്നിവയെല്ലാം എടുക്കാൻ ഉപയോഗിച്ചു. ഇന്നത്തെ നിലവാരമനുസരിച്ച് റെസല്യൂഷൻ മിതമായിരുന്നു, 800 × 800 പിക്സലുകൾ.
എന്നാൽ 1977-കളിൽ അതായിരുന്നു ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ. ക്യാമറകൾക്ക് അൾട്രാ വയലറ്റ് മുതൽ സമീപ ഇൻഫ്രാറെഡ് വരെയുള്ള വിവിധ ഫിൽറ്ററുകളുടെ ചിത്രങ്ങൾ പകർത്തുവാൻ കഴിയുമായിരുന്നു. ഒരു ഫിൽട്ടർ മീഥെയ്ൻ ബാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിലേക്ക് ട്യൂൺ ചെയ്തു. ചിത്രത്തിലെ ഒരു വരയല്ല, മറിച്ച് മീഥെയ്ൻ പ്രകാശത്തിൻ്റെ ശക്തമായ ആഗിരണം ചെയ്യുന്ന തരംഗ ദൈർഘ്യങ്ങളുടെ ഒരു ഇടുങ്ങിയ ശ്രേണിയാണ്. സാധാരണ വെളിച്ചം നമ്മിൽ നിന്നും മറച്ചു കളയുന്നത് എന്താണ് എന്ന് അത് ശാസ്ത്രജ്ഞന്മാർക്ക് കാണിച്ചു കൊടുത്തു. മേഘപാളികൾ, അന്തരീക്ഷ ഘടനകൾ, രാസഘടനയിലെ വ്യതിയാനങ്ങൾ പോലും. ഏകദേശം എല്ലാ ഉപകരണങ്ങളും ഒരു പ്രത്യേക കറങ്ങുന്ന പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചിരുന്നു. ഇത് പ്രധാന എഞ്ചിനീയറിംഗ് കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ്. ഇത് വോയേജറിന് ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യുവാൻ സഹായിച്ചു. പറന്നു പോകുമ്പോൾ ഒരു ഗ്രഹത്തെ നിരീക്ഷിക്കുക, കൂടാതെ അതിൻ്റെ ആൻറ്റിന എല്ലായ്പ്പോഴും ഭൂമിയിലേക്ക് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഏറ്റവും വലിയ വെല്ലുവിളി ഇതിൻ്റെ പവർ ആയിരുന്നു. സൗരയൂഥത്തിൻ്റെ വിദൂര ഭാഗങ്ങളിൽ സോളാർ പാനലുകൾ ഒരു ഓപ്ഷൻ ആയിരുന്നില്ല. നമ്മുടെ നക്ഷത്രത്തിൻ്റെ വെളിച്ചം അവിടെ വളരെയേറെ മങ്ങിയതാണ്. അതുകൊണ്ട് വോയേജറുകൾക്കായി കൂടുതൽ വിശ്വസനീയമായ ഒരു പരിഹാരം ആവിഷ്കരിക്കപ്പെട്ടു. ഓരോ ബഹിരാകാശ പേടകത്തിലും 3 റേഡിയോ ഐസോട്ടോപിക് തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകൾ എന്ന RTG ജനറേറ്ററുകൾ സജ്ജീകരിച്ചു. വികിരണത്തെ വൈദ്യുതിയാക്കി മാറ്റുവാൻ കഴിയുന്ന ഉപകരണങ്ങളാണിവ. പരോക്ഷമായിട്ടാണെങ്കിലും ഓരോ യൂണിറ്റിനുള്ളിലും മൊത്തം 10 പൗണ്ട് ഭാരമുള്ള 24 ഗോളാകൃതിയുള്ള പ്ലൂട്ടോണിയം 238 ഡയോക്സൈഡ് ഉണ്ടായിരുന്നു. പ്ലൂട്ടോണിയം ക്ഷയിക്കുമ്പോൾ അത് താപം പുറത്തുവിടുന്നു. അത് പിന്നീട് വൈദ്യുതിയായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഈ കഴിഞ്ഞ 48 വർഷങ്ങൾക്കിടയിൽ ഓരോ വോയേജർ ബഹിരാകാശ പേടകവും ഏകദേശം 150 മെഗാവാട്ട് പെർ അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. 1978 സെപ്റ്റംബർ മാസം 8-ാം തീയതി വോയേജർ 1 ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിൽ നിന്നും പുറത്തു കടന്നു. ഒക്ടോബർ 21-ന് വോയേജർ 2 പിന്തുടർന്നെത്തി. ഈ ഘട്ടം അപകടകരമാണെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാറ്റിലുമുപരി അത് ചിഹ്നഗ്രഹ വലയമാണ്. എന്നാൽ മറ്റ് 2 ഇരട്ട പേടകങ്ങൾ നേരത്തെ ആ പാത വെട്ടിത്തുറന്നതിനാൽ ടീമിലെ കുറച്ചു പേർക്ക് മാത്രമേ വിജയത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്നുള്ളൂ. അതെ, വോയേജർമാർക്ക് മുൻഗാമികളുണ്ടായിരുന്നു. 1972 മാർച്ച് മാസം 2-ാം തീയതി വോയേജർ ദൗത്യത്തിന് 5 വർഷങ്ങൾക്ക് മുമ്പ് കേപ്പ് കാനാവറിൽ നിന്നും ഒരു അറ്റ്ലസ് സെൻഡോർ റോക്കറ്റ് വിക്ഷേപിക്കപ്പെട്ടു. അത് പൈനിയർ 10 ബഹിരാകാശ പേടകത്തെ ബഹിരാകാശത്തേക്ക് വഹിച്ചുകൊണ്ടുപോയി. 1 വർഷത്തിന് ശേഷം അതിൻ്റെ ഇരട്ട സഹോദരൻ പൈനിയർ 11 അതിനെ പിന്തുടർന്നുപോയി. ഇവ വ്യാഴത്തിലും ശനിയിലും എത്തിയ ആദ്യത്തെ പര്യവേഷണ ദൗത്യമായി മാറി. ഇതൊരു തരം നിരീക്ഷണ ദൗത്യം പോലെ ആയിരുന്നു. വളരെ സുരക്ഷിതമായി ഈ ചിഹ്നഗ്രഹ വലയത്തിലൂടെ കടന്നുപോകുവാൻ കഴിയുമോ എന്ന് കണ്ടെത്തുകയായിരുന്നു പൈനിയർമാരുടെ ഒരു ലക്ഷ്യം. വോയേജറുകൾ ഒരു മുഴുനീള പര്യവേഷണത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. അത് അതിനേക്കാൾ വളരെ സങ്കീർണവുമായിരുന്നു. എന്നാൽ ചില അർത്ഥത്തിൽ പൈനിയർമാർ ഇതിനു വേണ്ടി വഴിയൊരുക്കി തന്നു. ഇപ്പോൾ ഒരു പാറയിൽ പോലും തട്ടാതെ ചിഹ്നഗ്രഹ വലയത്തിലൂടെ നേരെ പറക്കുവാൻ കഴിയും എന്ന് നമുക്കറിയാം. എന്നാൽ അന്നത് ആർക്കും അറിവില്ലായിരുന്നു. വ്യാഴം ചിഹ്നഗ്രഹ ഭീഷണികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് ആർക്കും പൂർണ്ണമായി അന്ന് മനസ്സിലായിരുന്നില്ല. അടുത്തിടെ ബഹിരാകാശം ആ ഭീഷണികൾ യഥാർത്ഥമാണെന്നും പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും നമ്മെ ഓർമ്മിപ്പിച്ചു. ലോകാവസാനം അത് ഏത് നിമിഷവും ഒരു മുന്നറിയിപ്പുമില്ലാതെ വരാം. 1994 നമ്മുടെ ആകാശത്ത് വെച്ച് ഭയപ്പെടുത്തുന്ന ഒരു പ്രപഞ്ച സംഭവം ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നിന്ന് കണ്ടു. ഷുമേക്കർ ലേവി 9 വാൽനക്ഷത്രം വ്യാഴവുമായി കൂട്ടിയിടിക്കാൻ പോകുന്നു. 1.1 മൈൽ വ്യാസമുള്ള ഒരു വലിയ പാറ വാതക ഭീമനുമായി കൂട്ടിയിടിക്കുന്നതിൽ സംശയമില്ല. എന്നാൽ കൃത്യമായി എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അതുപോലെ ഇന്ന് ഇത്രയും അടുത്ത് അതാരും നിരീക്ഷിച്ചിട്ടുമില്ല. അതിനുശേഷം സംഭവിച്ചത് ആരും സങ്കല്പിക്കുന്നതിനേക്കാൾ അതിമനോഹരമായിരുന്നു. വാതക ഭീമനോടടുക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണം വാൽനക്ഷത്രത്തെ 21 കഷ്ണങ്ങളായി കീറിമുറിച്ചു. ഓരോന്നിനും 100 മുതൽ 3300 അടി വരെ വ്യാസമുണ്ടായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി അവ ഒരു പീരങ്കി ആക്രമണം പോലെ ഗ്രഹത്തിൽ ഇടിച്ചിറങ്ങി. ഓരോ ആഘാതവും വാതക ഭീമന്റെ അന്തരീക്ഷത്തിൽ വലിയ പാടുകൾ അവശേഷിപ്പിച്ചു. ചിലത് ഭൂമിയേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. നമുക്ക് നേരെ വരാമായിരുന്ന ആഘാതങ്ങൾ പലപ്പോഴും വ്യാഴം ഏറ്റുവാങ്ങുന്നത് ഇങ്ങനെയാണ്. നമ്മെ തുടച്ചു നീക്കാൻ കഴിയുന്ന ആ ആഘാതങ്ങൾ അത്തരം ബഹിരാകാശ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിലെ വിടവുകൾ നികത്താൻ സഹായിക്കുക എന്നതും വോയേജർ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1979 തുടക്കം. 1.5 വർഷത്തെ കാത്തിരിപ്പ്, വലിയ പ്രയത്നം. ഈ കഷ്ടപ്പാടെല്ലാം അന്നതിൻ്റെ പാരമ്യത്തെത്തി. വോയേജർ 1 ഒടുവിൽ വ്യാഴത്തോട് അടുത്തപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ആവേശവും പിരിമുറുക്കവും ആകാംക്ഷയും വർദ്ധിച്ചു. 1979 ജനുവരി 6
അടുത്ത നിരീക്ഷണ ഘട്ടം ആരംഭിച്ചു. പേടകം വ്യാഴത്തിന്റെ ആദ്യത്തെ വിശദമായ ചിത്രങ്ങൾ എടുത്തു. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്ന് അപ്പോൾ മനസ്സിലായി. വ്യാഴത്തിനും വലയങ്ങളുണ്ട്. ശനിയുടെ അത്ര തിളക്കമുള്ളതല്ലെങ്കിലും ചുറ്റിലും വളയങ്ങൾ. ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിന് ഒരു സമ്പൂർണ്ണ അത്ഭുതമായിരുന്നു. പക്ഷേ ഏറ്റവും അടുത്ത പറക്കലിൽ ഇനിയും 2 മാസം ബാക്കിയുണ്ടായിരുന്നു. 1979 മാർച്ച് 5 എല്ലാം മാറ്റിയ ഒറ്റ ദിവസം 3 പറക്കലുകൾ നടത്തി. ഉച്ചയ്ക്ക് 2:05 വ്യാഴത്തോട് ഏറ്റവും അടുത്ത സാമീപ്യം. മേഘങ്ങളുടെ മുകളിൽ നിന്നും 2,17,000 മൈൽ അകലത്തിലൂടെ. ഈ ദിവസങ്ങളിലാണ് വ്യാഴത്തിന്റെ വലയങ്ങളുടെ അന്തരീക്ഷത്തിലെ അത്യപൂർവമായ വിശദാംശങ്ങൾ പഠിക്കുവാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞത്. ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും വലിയ അതിർത്തികളിലൂടെയുള്ള തരംഗ പാറ്റേണുകളും നിറഞ്ഞതായിരുന്നു അത്. പ്രശസ്തമായ ഗ്രേറ്റ് റെഡ് സ്പോട്ടിന്റെ വലിപ്പവും ആകൃതിയും ശാസ്ത്രലോകത്തിന് മനസ്സിലാക്കുവാൻ അന്നാണ് കഴിഞ്ഞത്. ഇതൊരു ഭീകരമായ സ്ഥിരമായ ചുഴലിക്കാറ്റാണെന്നും അതിനുള്ളിൽ ആകർഷകമായ വിശദാംശങ്ങളുണ്ടെന്നും ആദ്യമായി വ്യക്തമായി. ഉച്ചയ്ക്ക് 3:15 വോയേജർ 1 IO എന്ന ഉപഗ്രഹത്തോടടുത്തു. ഏറ്റവും അടുത്തെത്തിയെങ്കിലും മാർച്ച് 5 വ്യാഴത്തിന്റെ സമീപത്തൂടെ പറക്കുമ്പോൾ പേടകം ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ ഭൂമിയിലേക്ക് കൈമാറാൻ തുടങ്ങി. ആദ്യം IOയുടെ അന്തരീക്ഷത്തിൽ വിചിത്രമായൊരു മേഘം ശ്രദ്ധയിൽപ്പെട്ടു. തുടക്കത്തിൽ ഒരു ക്യാമറ തകരാറായിട്ടാണ് കണ്ടത്. പക്ഷേ പിന്നീട് എല്ലാവർക്കും മനസ്സിലായി ഒരു അഗ്നിപർവ്വതം തത്സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന്. പിന്നീട് IOയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഇതിന് പെലെ എന്ന് പേരിട്ടു. ഭൂമിക്ക് പുറത്ത് ഒരു സജീവ അഗ്നിപർവ്വതം നിരീക്ഷിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ പ്രോസസ് ചെയ്ത ചിത്രങ്ങളിൽ 8 സജീവ അഗ്നിപർവ്വതങ്ങൾ കൂടെ കണ്ടെത്തി. വൈകുന്നേരം 6:19 പേടകം യൂറോപ്പ എന്ന ഉപഗ്രഹത്തിൽ നിന്നും 4,55,937 മൈൽ അടുത്തുകൂടെ പറന്നുപോയി. വളരെ അടുത്തല്ലെങ്കിലും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾക്ക് മതിയായ അടുത്ത്. ഉപരിതലം ഏകദേശം പൂർണ്ണമായും ഹിമമായിരുന്നു. മറ്റ് ഉപഗ്രഹങ്ങളിൽ കാണുന്ന സാധാരണ ഗർത്തങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉപരിതലം മുഴുവനും ഭീമാകാരമായ വിള്ളലുകളാലും വരമ്പുകളാലും നിറഞ്ഞിരിക്കുകയാണ്. ഐസ് പുറത്തേക്ക് പൊട്ടി ഒരൽപ്പം മാറിക്കിടക്കുന്നത് പോലെ. ഇതുപോലുള്ള പാറ്റേണുകൾ മുൻപ് കണ്ടിട്ടേയില്ല. ഉപരിതലത്തിൽ താഴെയുള്ള സമുദ്രത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അതിനുശേഷം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു. ഇതൊരു അത്ഭുതമായിരുന്നു. കാരണം ഒരു സമുദ്രമുള്ളിടത്ത് ജീവനും ഉണ്ടാകാം, അല്ലെങ്കിൽ കുറഞ്ഞത് ജീവിക്കുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമെങ്കിലും ഉണ്ടാകാം. തൊട്ടടുത്ത ദിവസം 1979 മാർച്ച് മാസം 6 2 പ്രധാനപ്പെട്ട പറക്കലുകൾ നടന്നു. പുലർച്ചെ 2:15 വോയേജർ 1 ഗ്യാനിമേഡിന് 71,000 മൈൽ അകലത്തിലൂടെ കടന്നുപോയി. ഈ ഉപഗ്രഹം ബുധനേക്കാളും വലുതാണെന്ന് അന്നാണ് കണ്ടെത്തിയത്. പക്ഷേ സാന്ദ്രത കുറവാണെന്നും അത് ഏകദേശം 50% ഐസ് കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത് എന്നും മനസ്സിലായി. ചില പുരാതന ഭൗമശാസ്ത്രപരമായ പ്രവർത്തനങ്ങളുടെ അടയാളങ്ങളും ഉണ്ടായിരുന്നു. വൈകുന്നേരം 5:08 വോയേജർ 1 കലിസ്റ്റോയിൽ നിന്നും 78,000 മീറ്റർ മാത്രം അകലത്തിലൂടെ പറന്നു. വ്യാഴത്തിന്റെ ഏറ്റവും പുറത്തുള്ള പ്രധാനപ്പെട്ട ഉപഗ്രഹം. ആദ്യമായി ഉയർന്ന റെസല്യൂഷനിൽ ഭീമാകാരമായ ഗർത്തങ്ങളും പുരാതനമായ കനത്ത പാടുകൾ ഉള്ളതുമായ സമതലങ്ങളും കാണുവാൻ സാധിച്ചു. ഉപരിതലം ഐസ് കൊണ്ട് സമ്പന്നമാണ്. തണുത്തുറഞ്ഞ വെള്ളത്തിൻ്റെയും പാറകളുടെയും മിശ്രിതത്തിൻ്റെ ലക്ഷണങ്ങളോടുകൂടി. കാലിസ്റ്റോ സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഗർത്തങ്ങളുള്ള വസ്തുക്കളിൽ ഒന്നാണെന്ന് കണ്ടെത്തി. ഭൗമശാസ്ത്രപരമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഈ ഉപഗ്രഹത്തിൽ നടക്കുന്നില്ല. ഉപരിതലം ഏതാണ്ട് ഇതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഓരോ ഗർത്തവും കോടിക്കണക്കിന് വർഷങ്ങളായി അങ്ങനെ തന്നെ. അക്രമാസക്തമായ പുരാതന ആഘാതങ്ങളുടെ അടയാളങ്ങൾ സംരക്ഷിക്കുന്ന ഒരുതരം പ്രപഞ്ച മ്യൂസിയം. 1979 മാർച്ച് മാസം 13 വോയേജർ 1 അതിൻ്റെ പ്രധാന നിരീക്ഷണ ഘട്ടം പൂർത്തിയാക്കി ശനിയിലേക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അതേസമയം വോയേജർ 2 ഏതാണ്ട് അതേ പാത പിന്തുടരുകയായിരുന്നു. 1979 ഏപ്രിൽ മാസം 24 അത് വ്യാഴത്തിൻ്റെ സമീപത്തെത്തുകയും അതിൻ്റെ നിരീക്ഷണഘട്ടം ആരംഭിക്കുകയും ചെയ്തു. 1979 ഓഗസ്റ്റ് മാസം 5 വോയേജർ 2 അതിൻ്റെ വ്യാഴം ദൗത്യം പരിപൂർണമായും അവസാനിപ്പിച്ചു. അതിനുശേഷം വോയേജർ 1 പോലെ തന്നെ വോയേജർ 2 ശനിയിലേക്കുള്ള പാതയിലേക്ക് പോയി. ഇരട്ടകളായി പിറന്ന് നീണ്ട വർഷക്കാലത്തോളം ഒരേ പാതയിൽ ഒരുപോലെ സഞ്ചരിച്ച ഈ 2 പേരും പരസ്പരം വേർപിരിയാൻ പോവുകയാണ്. ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ സാധിക്കാത്ത വിധത്തിൽ. ഈ ദൗത്യം ആസൂത്രണം ചെയ്ത സമയത്ത് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു പ്രയാസമേറിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. എഡ്സ്റ്റോൺ പറഞ്ഞു, ഞങ്ങൾ യഥാർത്ഥത്തിൽ വ്യാഴത്തിലേക്കും ശനിയിലേക്കുമുള്ള 4 വർഷക്കാലത്തെ യാത്ര മാത്രമാണ് ആസൂത്രണം ചെയ്തത്. ഈ പരിമിതി ധനസഹായം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ അപ്പോഴും ദീർഘകാലത്തേക്ക് എങ്ങനെ പദ്ധതി ഇടണമെന്ന്
നാസയ്ക്ക് അറിയാമായിരുന്നു. മുൻകൂട്ടി ചിന്തിക്കുന്ന എഞ്ചിനീയർമാർ മുൻകരുതൽ എന്ന നിലയിൽ ബഹിരാകാശ പേടകത്തിൻ്റെ സഞ്ചാരപാതകൾ രൂപകൽപ്പന ചെയ്തത് പിന്നീട് അവയെ യുറാനസ്, നെപ്റ്റ്യൂൺ അല്ലെങ്കിൽ പ്ലൂട്ടോയിലേക്ക് പോലും തിരിച്ചുവിടുവാൻ കഴിയുന്ന രീതിയിലായിരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ ഹാർഡ്വെയർ നിലനിൽക്കുകയാണെങ്കിൽ, ആദ്യത്തെ പറന്നുപോകലുകൾ കൂടുതൽ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്ന ഫലങ്ങൾ നൽകുകയാണെങ്കിൽ. എങ്കിലും ഒരു തടസ്സമുണ്ടായിരുന്നു. ടൈറ്റൻ, സൗരയൂഥത്തിലെ ഏറ്റവും നിഗൂഢമായ ഉപഗ്രഹങ്ങളിൽ ഒന്ന്, ശനിയുടെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹം, കൂടാതെ സൗരയൂഥത്തിൽ മുഴുവനും അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം. ഈ ഒരു ഉപഗ്രഹത്തിന് മാത്രമേ വളരെയേറെ കട്ടിയുള്ള അന്തരീക്ഷമുള്ളൂ. ശാസ്ത്രജ്ഞന്മാർക്ക് ആകാംക്ഷ അടക്കാനായില്ല. ആ മേഘങ്ങൾക്കുള്ളിൽ എന്തായിരിക്കും? അങ്ങോട്ട് പോകണമോ? പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ടൈറ്റൻ്റെ അടുത്ത് നിന്ന് നിരീക്ഷിക്കണമെങ്കിൽ വോയേജർ 1 അതിൻ്റെ സഞ്ചാരപാത മാറ്റണം. അതിനർത്ഥം അതിനൊരിക്കലും യുറാനസിലോ നെപ്റ്റ്യൂണിലോ എത്താനുള്ള അവസരമുണ്ടാകില്ല. അവിടെ വെച്ചാണ് ഈ ദൗത്യം ഒരു ജംഗ്ഷനിൽ എത്തിയത്. 2 ഓപ്ഷനുകളാണ് ഇനി മുന്നിലുള്ളത്. ഒന്നെങ്കിൽ ബഹിരാകാശ പേടകത്തെ ടൈറ്റനിലേക്ക് അയക്കുക, അങ്ങനെ പുറത്തെ ഗ്രഹങ്ങളായ യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ശനിയെ വ്യതിചലിക്കാതെ മറികടന്ന് പറക്കുവാൻ അനുവദിക്കുക. അതുവഴി യുറാനസിലും നെപ്റ്റ്യൂണിലും ഒരുപക്ഷെ പ്ലൂട്ടോയിലും എത്തുവാനുള്ള സാധ്യത നിലനിർത്തുക. ടീം ഒരു കടുത്ത തീരുമാനത്തെ അഭിമുഖീകരിച്ചു. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൻ്റെ നിഗൂഢതയാണോ, അതോ യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഐസ് ഭീമന്മാരാണോ? അങ്ങോട്ട് സഞ്ചരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? കൂടുതൽ വിദൂരതയിൽ അപകടകരമായിരിക്കുമോ? അവർ അവസാനം ഒരു കടുത്ത തീരുമാനമെടുത്തു. വോയേജർ 1 ടൈറ്റനിലേക്ക് പോകും, കൂടാതെ അതിൻ്റെ ഗ്രഹപര്യടനം ശനിക്ക് ശേഷം അവസാനിപ്പിക്കും. വോയേജർ 2 ടൈറ്റനെ മറികടന്ന് യുറാനസിലേക്കും നെപ്റ്റ്യൂണിലേക്കും തൻ്റെ യാത്ര തുടരും. പ്ലൂട്ടോയ്ക്ക് വേണ്ടി വീണ്ടും 35 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അതായത് ന്യൂ ഹൊറൈസൺ എന്ന ദൗത്യം നടക്കുന്നത് വരെ. അങ്ങനെ വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണം വോയേജറുകൾക്ക് ആവശ്യത്തിനുള്ള ഊർജം നൽകി. 1980 നവംബറോടെ ആദ്യത്തെ ബഹിരാകാശ പേടകം ശനി സിസ്റ്റത്തിന് സമീപത്തെത്തി. നവംബർ 12 അത് ടൈറ്റനുമായി വളരെയേറെ അടുത്തെത്തി, ഏകദേശം 4000 മൈൽ മാത്രം അകലെ. അവസാനം ടൈറ്റൻ ഒരു അസുഖകരമായ അപ്രതീക്ഷിത സംഭവമാണ് നൽകിയത്. കട്ടിയുള്ള അന്തരീക്ഷം ഉപരിതലത്തിൻ്റെ നേരിയ നിരീക്ഷണം അസാധ്യമാക്കി. ദൃശ്യപ്രകാശത്തിന് അവിടെ യാതൊരു സ്ഥാനവുമില്ലായിരുന്നു. ഉപരിതലത്തിൻ്റെ ഒരൊറ്റ ചിത്രവും എടുക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ വിശകലനത്തിൽ വിചിത്രമായ എന്തോ ഒന്ന് വെളിപ്പെടുത്തി. ഒരു പദാർത്ഥത്തിന് ഒരേ സമയം തന്നെ ദ്രാവക, ഖര, വാതക അവസ്ഥകളിൽ നിലനിൽക്കുവാൻ കഴിയുന്ന ട്രിപ്പിൾ പോയിന്റിന് അടുത്തായിരുന്നു ഉപരിതലത്തിലെ താപനില. ഭൂമിയിൽ ഖരരൂപത്തിലുള്ള ഐസും ദ്രാവക രൂപത്തിലുള്ള വെള്ളവും നീരാവിയും ഒരുമിച്ച് നിലനിൽക്കുന്നത് എങ്ങനെ എന്ന പോലെ തന്നെ. എന്നാൽ ടൈറ്റൻ്റെ കാര്യത്തിൽ ആ പദാർത്ഥം വെള്ളമായിരുന്നില്ല, അത് മീഥൈനായിരുന്നു. ദ്രാവക മീഥൈൻ. നദികളും തടാകങ്ങളും മുഴുവൻ ഭൂപ്രകൃതിയും ഹൈഡ്രോ കാർബണുകൾ കൊണ്ട് നിർമ്മിച്ചവ. അത് പുതിയൊരു ദൗത്യത്തിനു വേണ്ടിയുള്ള ആശയത്തിനാണ് വഴിയൊരുക്കിയത്. ആ മേഘങ്ങൾക്കടിയിലേക്ക് എത്തി നോക്കുവാൻ ഒരു പ്രത്യേക ദൗത്യം. പതിറ്റാണ്ടുകൾക്ക് ശേഷം അത് കാസിനി മിഷനായി പരിണമിച്ചു. ടൈറ്റനെ വളരെ വിശദമായും വളരെ വ്യക്തമായും നമുക്ക് കാണിച്ചു തന്ന കാസിനി മിഷൻ. ടൈറ്റൻ്റെ ഈ രഹസ്യ സ്വഭാവത്തിലുള്ള നിരാശ അധികം നീണ്ടുനിന്നില്ല. കാരണം അതേ ദിവസം തന്നെ വോയേജർ 1 ശനിയുമായി ഏറ്റവും അടുത്ത് പറന്നു. സൗരയൂഥത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രഹം വോയേജർ 1ൻ്റെ ക്യാമറകൾക്ക് അതിൻ്റെ എല്ലാ പ്രൗഢിയിലും സ്വയം വെളിപ്പെടുത്തി. ശനിയുടെ വളയങ്ങളുടെ ആദ്യത്തെ വിശദമായ ചിത്രങ്ങൾ പകർത്തി. മുൻപ് കരുതിയിരുന്നതിനേക്കാൾ വളരെ സങ്കീർണമായിരുന്നു എല്ലാമെന്ന് അന്ന് തെളിവായി. ശനിക്ക് 2-3 വളരെയേറെ കട്ടിയുള്ള വളയങ്ങളെ ഉള്ളൂ എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ 100 കണക്കിന് വളരെ നേർത്ത വളയങ്ങളാണുള്ളത് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. അവ പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. വിവിധ ഷെയ്ഡുകളും ഘടനകളുമുള്ള അടുക്കുകളുമായി കാണപ്പെട്ടു. അതിശയകരമായ നിഴലുകൾ. അവിശ്വസനീയമായ വിധം അതിലോലമായി തോന്നുന്ന ഒരു ഭീമാകാരമായ ആകാശഗോളത്തിന് കുറുകെ. ഉപഗ്രഹങ്ങളെ മറികടക്കുമ്പോൾ ബഹിരാകാശ പേടകം ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ പകർത്തി. അത് അക്കാലത്ത് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരുന്നു. 1980 നവംബർ മാസം 13-ാം തീയതി ബഹിരാകാശ പേടകം മിമാസ് ഉപഗ്രഹത്തിൻ്റെ അടുത്ത് നിന്നുള്ള ചിത്രങ്ങൾ പകർത്തി. അതിൻ്റെ ഉപരിതലത്തിൽ വളരെ കൃത്യമായി സ്ഥാപിച്ചിരിക്കുന്നത് പോലെ വലിയൊരു ഗർത്തം കാണുവാൻ സാധിച്ചു. ഇത് സ്റ്റാർ വാർഡിലെ ഡെത്ത് സ്റ്റാറിന് സമാനമായി കാണപ്പെട്ടു. ഒരു യാദൃശ്ചികതയാണെങ്കിലും അത് സ്റ്റാർ വാർഡ് ആരാധകർക്ക് തീർച്ചയായും സന്തോഷകരമായിരുന്നു. തൊട്ടടുത്ത ദിവസം പേടകം ഐപെറ്റസ് ഉപഗ്രഹത്തെയും മറികടന്നു.
എങ്കിലും ദൂരെ നിന്ന് മാത്രമേ അതിൻ്റെ ചിത്രം പകർത്തിയുള്ളൂ. അതിൻ്റെ വർണ്ണവിന്യാസം ഉടൻ തന്നെ ശ്രദ്ധേയമായി. 2 അർദ്ധഗോളങ്ങൾ പരസ്പരം തികച്ചും വ്യത്യസ്തങ്ങളായിരുന്നു. അതിനോടൊപ്പം തന്നെ ഉപഗ്രഹങ്ങളായ എപ്പിമീദിയസും ജാനസും ഇടയ്ക്കിടെ ഭ്രമണപഥങ്ങൾ പരസ്പരം മാറുന്നു എന്ന സിദ്ധാന്തവും സ്ഥിരീകരിച്ചു. സൗരയൂഥത്തിൽ മറ്റൊരിടത്തും ഇതുപോലൊന്നും നിരീക്ഷിച്ചിട്ടേയില്ല. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഈ ഉപഗ്രഹങ്ങൾ ഒരൊറ്റ ശരീരത്തിൻ്റെ ഭാഗമായിരുന്നിരിക്കണം. ശാസ്ത്രജ്ഞന്മാർ വളരെ അസാധാരണമായ മറ്റൊരു കാര്യവും കണ്ടെത്തി. അവർ അതിന് കാവ്യാത്മകമായൊരു പേരും നൽകി. ഇടയ ഉപഗ്രഹങ്ങൾ, ഷെപ്പേർഡ് മൂൺസ്. ഇവ ശനിയുടെ വളയങ്ങളെ മേയ്ക്കുന്ന ചെറിയ ഉപഗ്രഹങ്ങളാണ്. അവയുടെ കണികകളെ സ്ഥാനത്ത് നിലനിർത്തുകയും അവ ചിതറിപ്പോകുന്നത് തടയുകയും ചെയ്യുന്നു. അവയുടെ ഗുരുത്വാകർഷണം ഒരു കയറ് പോലെ പ്രവർത്തിക്കുന്നു. കുഴപ്പങ്ങൾക്കിടയിലും ക്രമം നിലനിർത്തുന്നു. അവയിൽ ഒരു ഇടയ ഉപഗ്രഹമായ പ്രോമിത്യൂസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചുരുക്കത്തിൽ വ്യാഴത്തെ പോലെ തന്നെ ശനിയും ശാസ്ത്രജ്ഞന്മാർക്ക് അത്ഭുതകരമായ വിജയം തന്നെയാണ് സമ്മാനിച്ചത്. കാരണം ശനി സിസ്റ്റത്തെക്കുറിച്ച് വോയേജറുകൾ നൽകിയ വിവരങ്ങൾ അത്ഭുതാവഹമായിരുന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾ ഇനി മാറുകയാണ്. വോയേജറുകൾ പരസ്പരം എന്നേക്കുമായി വിട പറയേണ്ട സമയമായിരിക്കുന്നു. ശനി സിസ്റ്റത്തിന് ശേഷം വോയേജറുകളുടെ പാതകൾ വ്യതിചലിച്ചു. വോയേജർ 1 ഒരു ശക്തമായ ഗുരുത്വാകർഷണ കുതിപ്പ് ലഭിച്ചു. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ ഗ്രഹതലം എന്ന എക്ലിപ്റ്റിക് പ്ലെയിനിൽ നിന്നും അത് മുകളിലേക്ക് ഉയർന്നു. 10 മീറ്റർ/സെക്കൻഡ് എന്ന വേഗതയിൽ കുതിച്ചു പാഞ്ഞു. അക്കാലത്ത് അത് മനുഷ്യനിർമ്മിതമായ ഏറ്റവും വേഗതയേറിയ വസ്തുവായി മാറി. യാത്ര പറഞ്ഞു പോകുന്നത് പോലെ വെറും 16 മണിക്കൂറുകൾക്കുള്ളിൽ ബഹിരാകാശ പേടകം എൻസിലേഡസ്, റിയ, ഹൈപ്പീരിയോൺ എന്നീ 3 ഉപഗ്രഹങ്ങളെയും വേഗത്തിൽ മറികടന്നുപോയി. അതോടെ സൗരയൂഥത്തിലെ അതിൻ്റെ ദൗത്യം അവസാനിച്ചു. അന്നു മുതൽ മുന്നോട്ട് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലെ ശാശ്വതമായ ഇരുട്ടിൽ ഏകനായി അവൻ തൻ്റെ യാത്ര തുടർന്നു. വോയേജർ 2 ഗ്രഹകുടുംബത്തിൽ തന്നെ തുടരുകയാണ്. അതിൻ്റെ സാഹസിക യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ലക്ഷ്യം യുറാനസാണ്. വർഷങ്ങളോളം നീണ്ട പറക്കൽ മുന്നിലുണ്ടായിരുന്നു. 1986 ജനുവരി മാസം മുഴുവൻ ടീമിനും 5 വർഷത്തെ കഠിന പരിശ്രമത്തിന് ശേഷം വോയേജർ 2 വിദൂരവും നിഗൂഢവുമായ യുറാനസിനെ സമീപിച്ചു. വഴിയിൽ അതിശയകരമായ, ഏകദേശം സെൻസേഷണൽ ആയ എന്തോ ഒന്ന് കണ്ടെത്തി. യുറാനസ് വെറുമൊരു വിദൂര മങ്ങിയ വാതക ഗോളമല്ല. അത് തികച്ചും വ്യത്യസ്തമാണ്. അതിൻ്റെ അന്തരീക്ഷം വ്യാഴത്തെയും ശനിയെയും പോലെ ഹൈഡ്രജനും ഹീലിയവും ചേർന്നതാണ്. എന്നാൽ അതിനിടയിൽ ഒരു ചാർട്ട് ചെയ്യപ്പെട്ട ലോകമുണ്ട്. വെള്ളം, അമോണിയ, മീഥെയിൻ എന്നിവയുടെ വളരെയേറെ കട്ടിയുള്ള ഒരു സമുദ്രമുണ്ട്. അതിലും ആഴത്തിൽ ഇരുണ്ട പാറക്കെട്ടുകളുള്ള ഐസ് നിറഞ്ഞ ഒരു കാമ്പുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇതുപോലുള്ള ഗ്രഹങ്ങളെ ഐസ് ഭീമന്മാർ എന്ന് തരംതിരിക്കാൻ തുടങ്ങി. യുറാനസ് എല്ലാ ഗ്രഹങ്ങളെക്കാളും ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണെന്നും തെളിഞ്ഞു. നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് കൂടുതൽ അകലത്തിലാണെങ്കിലും അതിന് വളരെ വിചിത്രമായ കുഴഞ്ഞു മറഞ്ഞ കാന്തിക മണ്ഡലമുണ്ട്. യുറാനസ് എങ്ങനെ ഒരു ഗ്രഹമായിരിക്കണമെന്ന് സ്വയം ഉറപ്പില്ലാത്തതുപോലെ. തൻ്റെ കണ്ടെത്തലുകളുടെ ശേഖരണത്തിലേക്ക് വോയേജർ 2 മുൻപ് കാണാത്ത യുറാനസിൻ്റെ നിരവധി വളയങ്ങളും 10 പുതിയ ഉപഗ്രഹങ്ങളും കൂടെ കൂട്ടിച്ചേർത്തു. കൂടാതെ ഒരു യഥാർത്ഥ അത്ഭുതം, മിറാണ്ട എന്ന ഉപഗ്രഹം. അത് ഒരു ചെറിയ പാറ പോലെ തോന്നുമെങ്കിലും അതിൻ്റെ ഉപരിതലം ആരോ മുഴുവൻ ഭൂമിശാസ്ത്ര കാറ്റലോഗും അതിൽ വലിച്ചെറിഞ്ഞ പോലെ കാണപ്പെട്ടു. മലനിരകൾ, താഴ്വാരങ്ങൾ, വരമ്പുകൾ, വിള്ളലുകൾ, മലയിടുക്കുകൾ, വിവിധ ലോകങ്ങളുടെ കഷ്ണങ്ങൾ തുന്നിച്ചേർത്ത് വെച്ച പോലെ. അവയിൽ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതയാണ് വെറോണ റൂസ്. ഏകദേശം 12 കിലോമീറ്റർ ഉയരമുള്ള ഒരു മലയിടുക്ക്. അതിൽ നിന്നും ചാടിയാൽ 10 മിനിറ്റിലും അധികം നേരം താഴേക്ക് പതിച്ചുകൊണ്ടേയിരിക്കും. 1989 ഓഗസ്റ്റ് മാസം 3-ാം തീയതി 5 വർഷക്കാലത്തെ യാത്രയ്ക്ക് ശേഷം അവസാനത്തെ അധ്യായം ആരംഭിച്ചു. സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനെ പേടകം സമീപിച്ചു. നെപ്റ്റ്യൂണിൻ്റെ അന്തരീക്ഷം ഭീകരമായ കൊടുങ്കാറ്റുകളോടെയാണ് വോയേജർ 2വിനെ വരവേറ്റത്. ഗ്രഹം മുഴുവൻ വലിയ കൊടുങ്കാറ്റുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതിൽ വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വലിയ ചുഴലിക്കാറ്റുണ്ട്. അത് പിന്നീട് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് പറന്നു പോകുന്നതിനിടയിൽ വോയേജർ അജ്ഞാതമായിരുന്ന 6 ഉപഗ്രഹങ്ങളെയും കണ്ടെത്തി. കൂടാതെ നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ട്രൈറ്റോണിൻ്റെ അടുത്തു നിന്നുള്ള ചിത്രങ്ങൾ എടുക്കുവാനും കഴിഞ്ഞു. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണദിശയ്ക്ക് എതിർദിശയിൽ ഭ്രമണം ചെയ്യുന്ന ഒരു ഐസ് നിറഞ്ഞ ലോകം. ഇത്തരത്തിലുള്ള ഭ്രമണപഥങ്ങൾ അത്യപൂർവമാണ്. കൊയ്പ്പർ ബെൽറ്റിലെ ഒരു സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുവായിരുന്നു ട്രൈറ്റോൺ എന്നും നെപ്റ്റ്യൂൺ അതിനെ പിടിച്ചെടുക്കുകയായിരുന്നു എന്നും ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു.
അതിൻ്റെ യഥാർത്ഥ ഭ്രമണപഥത്തിൽ നിന്നും അതിനെ വലിച്ചു തന്നിലേക്ക് അടുപ്പിച്ചു. ട്രൈറ്റോണിൻ്റെ ഉപരിതലത്തിൽ മഞ്ഞു തുപ്പിക്കൊണ്ടിരിക്കുന്ന ക്രയോ അഗ്നിപർവ്വതങ്ങളുണ്ട്. ദ്രാവക നൈട്രജൻ പൊട്ടിത്തെറികളുണ്ട്. 5 മൈൽ വരെ ഉയരത്തിൽ പുക ഉയരുന്നു. മധ്യരേഖയ്ക്ക് സമീപം തണുത്തുറഞ്ഞ തടാകങ്ങളും 1 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഉയരുന്ന ടെറസ് രൂപങ്ങളുമുണ്ട്. വേലിയേറ്റ ശക്തികൾ കാരണം ട്രൈറ്റോണിൻ്റെ ഭ്രമണപഥം ഒരിക്കൽ മാറിയെന്നും അതിൻ്റെ ഉപരിതലം ആവർത്തിച്ച് ഉരുകുകയും വീണ്ടും തണുത്തുറയുകയും ചെയ്യുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ആ ഐസ്പാളികളുടെ അടിത്തട്ടിനുമുള്ളിൽ ഒരു മഹാസമുദ്രം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാകാം. സൗരയുധത്തിൽ ആർക്കും പ്രവേശനമില്ലാത്ത ഒന്നായിരിക്കും അത്. അവിടെ വെച്ചാണ് വോയേജർ 2 ഏറ്റവും പഴയ ജ്യോതിശാസ്ത്ര രഹസ്യങ്ങളിൽ ഒന്നിൻ്റെ ഉത്തരം കണ്ടെത്തിയത്. പ്ലാനറ്റ് എക്സ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രഹം യുറാനസിൻ്റെ ഭ്രമണപഥത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സൈദ്ധാന്തികപരമായ വസ്തുവായിരുന്നു. നെപ്റ്റ്യൂണിനെ മറികടക്കുമ്പോൾ വോയേജർ 2 ആ ഗ്രഹത്തിൻ്റെ മാസ് അഭൂതപൂർവമായ കൃത്യതയോടെ അളന്നു. ആ ഒരൊറ്റ അളവ് ആ ഫാൻറ്റം ഗ്രഹത്തെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. യുറാനസിൻ്റെ ഭ്രമണപഥം വിചിത്രമായി പെരുമാറുന്നത് ജ്യോതിശാസ്ത്രജ്ഞന്മാർ ശ്രദ്ധിച്ചിരുന്നു. അദൃശ്യമായ ചില മാസിൻ്റെ സ്വാധീനത്തിൽ പെട്ട പോലെയായിരുന്നു അത് നെപ്റ്റ്യൂണിൻ്റെ കണ്ടെത്തലിലേക്ക് നയിച്ചു. അതിൻ്റെ ഗുരുത്വാകർഷണം ചില വ്യതിയാനങ്ങളെ വിശദീകരിച്ചു. പക്ഷേ എല്ലാം കൃത്യമായി വിശദീകരിച്ചതുമില്ല. അത് കൂടുതൽ അകലെയുള്ള മറ്റൊരു ഗ്രഹത്തിനായുള്ള തിരച്ചിലിലേക്ക് പ്രേരിപ്പിച്ചു. അങ്ങനെ പ്ലൂട്ടോയെ കണ്ടെത്തി. പക്ഷേ താമസിയാതെ പ്ലൂട്ടോയുടെ മാസ് വളരെ ചെറുതാണെന്ന് മനസ്സിലായി. ഭൂമിയുടെ മാസിൻ്റെ 500ൽ 1 ഭാഗം മാത്രം. ഒരിക്കലും ബാക്കിയുള്ള വ്യതിയാനങ്ങൾക്ക് അത് കാരണമാവുകയില്ല. അങ്ങനെയാണ് അറിയപ്പെടുന്ന ഭ്രമണപഥങ്ങൾക്കും അപ്പുറം ഒരു വലിയ കണ്ടെത്താനാകാത്ത ലോകത്തെക്കുറിച്ചുള്ള പ്ലാനറ്റ് എക്സ് സിദ്ധാന്തം ജനിച്ചത്. അവിടെയാണ് വോയേജർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇത് പ്ലാനറ്റ് എക്സിനെ നേരിട്ട് തേടുകയായിരുന്നില്ല. എന്നാൽ അത് ഭീമൻ ഗ്രഹങ്ങളുടെ, പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെയും ശനിയുടെയും മാസിനെക്കുറിച്ചും ഗുരുത്വാകർഷണത്തെക്കുറിച്ചും ഉയർന്ന കൃത്യതയുള്ള ഡേറ്റകൾ അയച്ചു. അവ കണക്കിലെടുത്ത് ജ്യോതിശാസ്ത്രജ്ഞന്മാർ യുറാനസിൻ്റെ സഞ്ചാരപാതം പുനർനിർണയിച്ചു. അതിന് യാതൊരു അപാകതയുമില്ലെന്ന് കണ്ടെത്തി. ഒരിക്കൽ അദൃശ്യമായ ആ ഗ്രഹത്തിൻ്റെ സൂചനയായി തോന്നിയ പിശക് തെറ്റായ മൂല്യങ്ങൾ കാരണമുള്ള ഒരു തെറ്റായ കണക്കുകൂട്ടൽ മാത്രമായിരുന്നു. അവസാനം എല്ലാം ഒത്തുചേർന്നു. ആ നിഗൂഢമായ പ്ലാനറ്റ് എക്സ് നിലനിൽക്കുന്നേയില്ല എന്ന് തെളിഞ്ഞു. നെപ്റ്റ്യൂണിൽ നിന്നും പറന്നുപോയ ശേഷം വോയേജർ 2 വീണ്ടും തൻ്റെ യാത്ര തുടർന്നു. ഗ്രഹതലത്തിൽ നിന്നും താഴേക്കിറങ്ങി. അവിടെ പ്രത്യേക ലക്ഷ്യങ്ങൾ ഒന്നും ഇനി അവശേഷിക്കുന്നില്ല. ഇരുട്ടും നിശബ്ദതയും ശൂന്യതയും മാത്രം. എന്നാൽ വോയേജർ 2 യുറാനസിനും നെപ്റ്റ്യൂണിനും ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ മൂത്ത സഹോദരൻ ഇതിനോടകം ഈ കളത്തിന് പുറത്തായിരുന്നു. ശനിയെ കടന്നുപോയ ശേഷം വോയേജർ 1ൻ്റെ ഭൂരിഭാഗം ശാസ്ത്രീയ ഉപകരണങ്ങളും ഓഫ് ചെയ്യപ്പെട്ടു. അടിസ്ഥാന പരിസ്ഥിതി സെൻസറുകൾ മാത്രം അവശേഷിച്ചു. പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി മാത്രം മതിയായവ. ഈ ബഹിരാകാശ പേടകം അതിൻ്റെ ദൗത്യത്തിൻ്റെ അവസാനം നിശബ്ദനായും ഒറ്റയ്ക്കും ജീവിച്ചു തീർക്കുകയാണ്. എന്നാൽ ഒരു വ്യക്തി, ഈ പരിചയസമ്പന്നനായ ബഹിരാകാശ സഞ്ചാരിക്ക് ഇനിയും പ്രധാനപ്പെട്ട എന്തെങ്കിലും നമ്മോട് പറയാനുണ്ടാകും എന്ന് തീരുമാനിച്ചു. ആ വ്യക്തി കാൾ സാഗർ എന്ന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു, ശാസ്ത്രപ്രചാരകൻ. നാസ ആദ്യം ഗൗരവമായി എടുക്കാത്ത ഒരാശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആ ആശയം ലളിതവും വളരെയേറെ ധീരവുമായിരുന്നു. വോയേജർ 1ൻ്റെ ക്യാമറകൾ പിന്നിലേക്ക് തിരിച്ച് ഏകദേശം 3.7 ബില്യൺ മൈൽ അകലെ നിന്നുകൊണ്ട് ഭൂമിയെ പകർത്തുക. ശാസ്ത്രീയ കാഴ്ചപ്പാടിൽ പ്രായോഗിക മൂല്യം കുറവായിരുന്നു. എന്നാൽ സാഗന് അതിലും അഗാധമായ പ്രചോദനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഗ്രഹം എത്ര ചെറുതാണ്, എത്ര ഒറ്റപ്പെട്ടതാണ്, എത്ര ദുർബലമാണ് എന്ന് ലോകത്തെ കാണിക്കുവാൻ. നാസയിൽ ആ ആശയം പ്രധാന ശ്രദ്ധ നേടി. പക്ഷേ ഉയർന്ന മാനേജ്മെൻറ്റ് അത് പകർത്താൻ മടിച്ചു. സാഗൻ നിർബന്ധിച്ചു. ചില ഹ്രസ്വ ചർച്ചകൾക്ക് ശേഷം പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ആദ്യം ക്യാമറകൾ പരിശോധിക്കണം. അവ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണോ? രണ്ടാമതായി അവർക്ക് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ആവിഷ്കരിക്കേണ്ടിയിരുന്നു. അത് ഭൂമിയുടെ ഒരൊറ്റ ചിത്രമായിരിക്കില്ല, മറിച്ച് സൗരയൂഥത്തിൻ്റെ ഒരു സമ്പൂർണ്ണ കുടുംബ ചിത്രമായിരിക്കും. ആ വിദൂര അറ്റത്ത് നിന്ന് ഒരു ഗ്രഹത്തെ മറ്റൊന്നിനു ശേഷം പകർത്തുന്നു. 1990 ഫെബ്രുവരി മാസം 14-ാം തീയതി 6 മാസക്കാലത്തെ തയ്യാറെടുപ്പിന് ശേഷം വോയേജർ 1 ഒരു കൂട്ടം ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങി. ചൊവ്വ സൂര്യൻ്റെ തിളക്കത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഒന്നും കാണുവാൻ സാധിക്കാത്ത അത്രത്തോളം സൂര്യൻ്റെ മുന്നിലായിരുന്നു ചൊവ്വ. ബുധനും അതിലും അടുത്തായിരുന്നു. ക്യാമറകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ അവർ അത് ചിത്രീകരിക്കാൻ ശ്രമിച്ചില്ല. പ്ലൂട്ടോ വളരെ മങ്ങിയതായിരുന്നു. എന്നാൽ
ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം ഒരൊറ്റ ഫ്രെയിമിൽ പകർത്തി. സൂര്യരശ്മികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന 0.12 പിക്സൽ മാത്രം വീതിയുണ്ടായിരുന്ന നമ്മുടെ ഭൂമി, ഒരു മങ്ങിയ നീലപ്പൊട്ട്. ചിത്രത്തിന് ഔദ്യോഗികമായ പേര് നൽകി, പേൾ ബ്ലൂ ഡോട്ട്. ഇന്നീ ചിത്രം ജ്യോതിശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും ഐക്കോണിക്കായ ഒന്നാണ്. ഈ ചിത്രത്തെക്കുറിച്ചുള്ള കാൾ സാഗന്റെ അനശ്വരമായ വാക്കുകൾ ഇതാണ്: ആ ബിന്ദുവിലേക്ക് വീണ്ടും നോക്കുക, അതാണ് നമ്മുടെ ഭൂമി, ഇവിടെയാണ് നമ്മുടെ വീട്, ഇവിടെയാണ് നമ്മൾ. ഇതിൽ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരും, നമുക്കറിയാവുന്ന എല്ലാവരും, നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള എല്ലാ മനുഷ്യരും അവരുടെ ജീവിതം നയിച്ചു. നമ്മുടെ സന്തോഷത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ആകെത്തുക. ആയിരക്കണക്കിന് ആത്മവിശ്വാസമുള്ള മതങ്ങൾ, പ്രത്യയ ശാസ്ത്രങ്ങൾ, സാമ്പത്തിക സിദ്ധാന്തങ്ങൾ, ഓരോ വേട്ടക്കാരും വേട്ടമൃഗവും, ഓരോ വീരനും ഭീരുവും, നാഗരികതകളുടെ ഓരോ സൃഷ്ടികർത്താവും സംഹാരകനും, ഓരോ രാജാവും അടിയാനും, പ്രണയത്തിലായ ഓരോ യുവദമ്പതികളും, ഓരോ അമ്മമാരും അച്ഛന്മാരും, പ്രതീക്ഷയുള്ള കുട്ടികളും, കണ്ടുപിടുത്തക്കാരും പരിവേഷകരും, ധാർമ്മികതയുടെ ഓരോ അധ്യാപകരും, ഓരോ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും, ഓരോ സൂപ്പർ സ്റ്റാറും, ഓരോ പരമോന്നത നേതാവും. നമ്മുടെ ചരിത്രത്തിലെ ഓരോ പുണ്യവാനും പാപിയും ഇവിടെയാണ് ജനിച്ചത്, ഒരു സൂര്യരശ്മിയിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ചെറിയ പൊടിയിൽ. നമ്മുടെ ചെറിയ ലോകത്തിൻ്റെ ഈ വിദൂര ചിത്രം പോലെ മനുഷ്യൻ്റെ അഹങ്കാരങ്ങളുടെ അവിവേകത്തെക്കുറിച്ച് ഒരു മികച്ച പ്രദർശനം ഇതിനു മുൻപും ഇതിനു ശേഷവും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പരസ്പരം കൂടുതൽ ദയയോടെ പെരുമാറാനും നമുക്കറിയാവുന്ന ഒരേ ഒരു വീടായ ഇളം നീല നിറത്തിലുള്ള ഈ ബിന്ദുവിനെ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ ഇത് അടിവരയിട്ടുറപ്പിക്കുന്നു. ഈ വികാരം 33 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അതേ ശക്തിയോടെ ഇന്നും മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പേൾ ബ്ലൂ ഡോട്ട് എന്ന ഈ ചിത്രം വോയേജർ പ്രോഗ്രാമിൻ്റെ ചരിത്രത്തിലെ അവസാനത്തെ ഫോട്ടോയായിരുന്നു. ചിത്രങ്ങൾ ലഭിച്ച ശേഷം വോയേജർ 1ൻ്റെ ക്യാമറകൾ എന്നേക്കുമായി ഓഫ് ചെയ്തു. വോയേജർ 2വിൻ്റെ ക്യാമറകൾ 1989 നെപ്റ്റ്യൂണിനെ മറികടന്ന ശേഷം അതിലും നേരത്തെ ഷട്ട് ഡൗൺ ചെയ്തു. അങ്ങനെ കണ്ണുകൾ എന്നേക്കുമായി അടയ്ക്കപ്പെട്ട ഈ വോയേജർ പേടകങ്ങൾ അടുത്ത 1.5 പതിറ്റാണ്ട് കാലത്തോളം ഭൂമിയിൽ നിന്നും അകന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് ഡേറ്റകൾ കൈമാറി. വോയേജർ 1 ഗ്രഹങ്ങളുടെ തലത്തിൽ നിന്നും മുകളിലേക്ക് ഏകദേശം 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ നീങ്ങിക്കൊണ്ടേയിരുന്നു. വോയേജർ 2 നേരെ താഴേക്കാണ് നീങ്ങിയത്. ഒരൽപ്പം വേഗത കുറവുമായിരുന്നു, ഏകദേശം 9 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ കട്ട പിടിച്ച ആ അന്ധകാരത്തിൽ ഇരുവശങ്ങളിലേക്കുമായി അവർ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. നിരവധി തവണ ദൗത്യത്തിന് ധനസഹായം മുടങ്ങിപ്പോകുമെന്ന ഭീഷണി നേരിട്ടു. പതിവ് പോലെ വിമർശകർ ഉയർന്ന ചെലവ് ചൂണ്ടിക്കാണിക്കുകയും ലഭിക്കുന്ന ഡേറ്റയുടെ മൂല്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ നാസ ഓരോ തവണയും പ്രോഗ്രാമിനെ പ്രതിരോധിച്ചു. ഈ സൗരയൂഥത്തിൻ്റെ അറ്റത്ത് ഏറ്റവും ആവേശകരമായ കണ്ടെത്തലുകളാണ് മുന്നിലുള്ളത് എന്ന് ടീം അംഗങ്ങൾക്കറിയാമായിരുന്നു. 2012 ഓഗസ്റ്റ് മാസം 25 വോയേജർ 1 സൗരയൂഥത്തിൻ്റെ യഥാർത്ഥ അതിരിലേക്ക് അടുക്കുകയായിരുന്നു. ശാസ്ത്രലോകം ആകാംക്ഷയോടെ കാത്തിരുന്നു. അതിനപ്പുറത്ത് എന്താണ് എന്ന് മനുഷ്യരാശി ഉടൻ കണ്ടെത്താൻ പോകുന്നു. സൗരയൂഥത്തിന് നിരവധി അതിരുകളുണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ അതിരുകളായി നിർവചിക്കുവാൻ സമ്മതിച്ചിട്ടുള്ളവ. ഏറ്റവും അടുത്ത അതിർത്തി നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥമാണ്, അവസാനത്തെ ഗ്രഹം. ഏറ്റവും അകലെയുള്ളത് ഊട്ട് മേഘങ്ങളാണ്. എന്നാൽ മൂന്നാമതൊരു അതിരു കൂടെയുണ്ട്. അതത്ര അബ്സ്ട്രാക്റ്റ് അല്ല. നമ്മുടെ ഗ്രഹകുടുംബവും ബാഹ്യ സൗരയൂഥവും തമ്മിലുള്ള ഒരു ഭൗതികമായ അളക്കാൻ കഴിയുന്ന അതിർത്തിയാണിത്. ഇതിനെ ഹീലിയോപോസ് എന്നാണ് വിളിക്കുന്നത്. തീർച്ചയായും നമുക്കിത് നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിയില്ല, പക്ഷേ ശാസ്ത്രീയ ഉപകരണങ്ങൾക്ക് ഇത് വളരെ യാഥാർത്ഥ്യമാണ്. ഈ അതിർത്തി സൂര്യന് ചുറ്റിലും ഹീലിയോസ്പിയർ എന്നറിയപ്പെടുന്ന ഒരു വലിയ കുമിള രൂപപ്പെടുത്തുന്നു. ഈ കുമിള സൂര്യൻ്റെ കണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബഹിരാകാശത്തു നിന്നുള്ള കണങ്ങളെക്കാൾ വളരെയധികം അവയുണ്ട്. കുമിളയ്ക്ക് പുറത്ത് സ്ഥിതി വിപരീതമാണ്. സൗരകണങ്ങളെക്കാൾ കൂടുതൽ ഗലക്റ്റിക് കണങ്ങളാണുള്ളത്. ഒരുപാട് കാലം ഇത് വെറും സിദ്ധാന്തം മാത്രമായിരുന്നു. ഹീലിയോപോസ് എവിടെയാണ് എന്നോ ഒരു ബഹിരാകാശ പേടകം അത് കടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നോ ആർക്കും അറിയില്ലായിരുന്നു. 2012 ഓഗസ്റ്റിൽ ഈ സിദ്ധാന്തം യാഥാർത്ഥ്യമായി മാറി. ശാസ്ത്രജ്ഞന്മാർ ശ്വാസമടക്കി പിടിച്ചിരുന്നു. വോയേജർ 1ൻ്റെ ഉപകരണങ്ങൾ സൗരകണികകളുടെ സാന്ദ്രതയിൽ പെട്ടെന്നുള്ള കുറവും ഗലക്റ്റിക് കോസ്മിക് രശ്മികളിൽ കുത്തനെയുള്ള വർധനവും കണ്ടെത്തി. ബഹിരാകാശ പേടകം അതിർത്തി കടന്നിരിക്കുന്നു. ഹീലിയോസ്പിയർ വിട്ടുപോയ ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവായി മാറി വോയേജർ.
ഡേറ്റകളെല്ലാം സമഗ്രമായി വിശകലനം ചെയ്ത ശേഷം 1 വർഷം കഴിഞ്ഞ് 2013 സെപ്റ്റംബർ മാസം നാസ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. 5 വർഷങ്ങൾക്ക് ശേഷം വോയേജർ 2 ഹീലിയോപോസിലെത്തി. വേഗത കുറവായിരുന്നു, പക്ഷേ ഫലം ഒന്നു തന്നെയായിരുന്നു. 2018 നവംബറിൽ അതും ഇടപെടാതെ ശൂന്യതയിലേക്ക് പ്രവേശിച്ചു. ഈ ദൗത്യഘട്ടത്തിനായി വോയേജറുകളെ രൂപകൽപ്പന ചെയ്തിരുന്നില്ല. 1970കളിൽ നിർമ്മിച്ച ഇവ യഥാർത്ഥത്തിൽ ഗ്രഹപരിവേഷണത്തിനായി മാത്രം ഉദ്ദേശിച്ചുള്ളവയായിരുന്നു. അവ ആ വലിയ ശൂന്യതയിലേക്ക് എത്തിയപ്പോഴേക്കും പല ഉപകരണങ്ങളും പ്രവർത്തനം നിർത്തിയിരുന്നു. ചിലത് വൈദ്യുതി ലഭിക്കുവാൻ മനഃപൂർവ്വം ഷട്ട് ഡൗൺ ചെയ്തവ, മറ്റുള്ളവ കേടായി പോയവ. എന്നിട്ടും ആ അവസ്ഥയിലും ബഹിരാകാശ പേടകത്തിന് നിർണായകമായ ഡേറ്റകൾ ശേഖരിക്കുവാൻ കഴിഞ്ഞു. ഉദാഹരണത്തിന് ഹീലിയോസ്ഫിയർ സിമ്മട്രിക്കൽ അല്ല എന്ന് മനസ്സിലാക്കി. വടക്കൻ അർദ്ധഗോളത്തിൽ അത് പുറത്തേക്ക് തള്ളിയിരിക്കുന്നു, തെക്കൻ അർദ്ധഗോളത്തിൽ അത് അകത്തേക്ക് വളഞ്ഞിരിക്കുന്നു. ഗാലക്റ്റിക് പരിസ്ഥിതിയുമായി സൗരയൂഥം എങ്ങനെ ഇടപഴകുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മുഴുവൻ അത് മാറ്റിമറിച്ചു. വോയേജറുകൾ ശാസ്ത്ര സമൂഹത്തിലുണ്ടായിരുന്ന ലോങ് സ്റ്റാൻഡിംഗ് ധാരണകളെ പോലും ചോദ്യം ചെയ്തു. ഹീലിയോപോസ് കടക്കുമ്പോൾ കാന്തിക മണ്ഡലം പെട്ടെന്ന് ദിശ മാറുമെന്ന് പലരും പ്രതീക്ഷിച്ചു, ഒരു വ്യക്തമായ അടയാളപ്പെടുത്തിയ രേഖ കടന്നു പോകുന്ന പോലെ. എന്നാൽ അത് സംഭവിച്ചില്ല. പെട്ടെന്നുള്ള മാറ്റമൊന്നും ഉണ്ടായില്ല. ഒരു മതിലിന് പകരം ഒരു മിനുസമാർന്ന വളവായിരുന്നു. കാന്തിക മണ്ഡലത്തിൻ്റെ രേഖകൾ സാവധാനം വശങ്ങളിലേക്ക് വളഞ്ഞു. ആരോ വഴി കാണിക്കുന്നതിനുള്ള ലൈൻ അടയാളങ്ങൾ നിശബ്ദമായി മാറ്റി വരച്ച പോലെ. ഇതൊരു അപ്രതീക്ഷിത സംഭവമായിരുന്നു. കൂടാതെ ബഹിരാകാശം നമ്മുടെ മോഡലുകൾ നിർദ്ദേശിക്കുന്നതിനേക്കാൾ വളരെയേറെ സങ്കീർണമാണ് എന്ന് തെളിഞ്ഞു. എല്ലാം നന്നായി മനസ്സിലാക്കിയെന്ന് നമ്മൾ കരുതിയ സ്ഥലം പോലും പതിറ്റാണ്ടുകൾക്ക് ശേഷവും അവരുടെ ഉപകരണങ്ങളുടെ പകുതി പ്രവർത്തനരഹിതമായിട്ടും വോയേജറുകൾ കണ്ടെത്തലുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവ എത്രത്തോളം മുന്നോട്ട് പോയോ അത്രത്തോളം ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചു. പക്ഷേ ഇനി പ്രപഞ്ചത്തെക്കുറിച്ചല്ല, നമ്മളെക്കുറിച്ചാണ്. കാലക്രമേണ വോയേജർ ദൗത്യം അതിൻ്റെ സൃഷ്ടാക്കളോട് തന്നെ ഏകദേശം ദാർശനികമായ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന്, അത് നിർമ്മിച്ചവരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്ന ഈ യന്ത്രത്തെ നിങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കും? ഏകദേശം 1/2 നൂറ്റാണ്ടോളം കടന്നുപോയി കഴിഞ്ഞു. ആ സമയത്ത് പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ എവിടെയോ വെച്ച് മാനുവലുകളും സ്കീമാറ്റിക്കുകളും അപ്രത്യക്ഷമായി. ചില കാര്യങ്ങൾ ഒരിക്കലും എഴുതി വച്ചിരുന്നില്ല. പല എഞ്ചിനീയറിംഗ് തീരുമാനങ്ങളും ഇപ്പോൾ അതെടുത്തവരുടെ ഓർമ്മകളിൽ മാത്രമായി നിലകൊള്ളുന്നു. ആ ആളുകൾ പോയപ്പോൾ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ രീതിയിൽ ചെയ്തു, മറ്റൊരു തരത്തിൽ ചിന്തിച്ചില്ല എന്നതിനെക്കുറിച്ചുള്ള ധാരണയും പോയി. ചിലപ്പോൾ അത് അസംബന്ധത്തിൻ്റെ തലത്തിലെത്തി. 2000ങ്ങളുടെ തുടക്കത്തിൽ വോയേജർ കമ്പ്യൂട്ടറുകൾ 2010 ഷട്ട് ഡൗൺ ചെയ്യാൻ പ്രോഗ്രാം ചെയ്തിരുന്നു എന്ന് എഞ്ചിനീയർമാർ പെട്ടെന്ന് കണ്ടെത്തി. വെറുതെ ഓഫ് ചെയ്യുക, അതെന്തുകൊണ്ടായിരിക്കും? ആർക്കും അറിയില്ല. അവർ മുതിർന്ന ടീമംഗങ്ങളെ തിരഞ്ഞു. പക്ഷേ ആരും ആ കമാൻഡ് ചേർത്തത് ആരാണെന്നോ എന്തുകൊണ്ടാണ് ചേർത്തത് എന്നോ ഓർമ്മിച്ചെടുക്കുവാൻ പോലും സാധിച്ചില്ല. പക്ഷേ പ്രശ്നം കോഡിൽ മാത്രമല്ല, അത് ആളുകളാണ്. അതാണ് യഥാർത്ഥ വെല്ലുവിളി. പ്രോജക്റ്റിൻ്റെ ആരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അന്ന് സർവകലാശാലകളിൽ നിന്നും പുറത്തു വന്ന ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരായിരുന്നു. എന്നാൽ ആ ചെറുപ്പക്കാരായിരുന്ന എഞ്ചിനീയർമാർ ഇന്ന് 80 വയസ്സിലും മുകളിൽ പ്രായമുള്ള പടുവൃദ്ധരാണ്. അവരെ 1977 സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളായി മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. കിലോബൈറ്റുകൾ മെമ്മറിയുള്ള കമ്പ്യൂട്ടറുകൾ, പണ്ടെങ്ങോ മറന്നുപോയ ഭാഷയിലുള്ള പ്രോഗ്രാമിംഗ്, ആരും ഉപയോഗിക്കാത്ത അത്ര പഴക്കം ചെന്ന ഹാർഡ്വെയർ ആർക്കിടെക്ചറുകൾ. ഇതെല്ലാം സാങ്കേതിക വെല്ലുവിളികൾ മാത്രമല്ല, ഇതൊരു പാഠമാണ്. മനുഷ്യരാശിക്ക് സൗരയുദ്ധത്തിനും അപ്പുറം ബഹുനൂറ്റാണ്ട് ദൗത്യങ്ങൾ നടത്തണമെങ്കിൽ വരും തലമുറയ്ക്കായി നമ്മുടെ സാങ്കേതിക വിദ്യ എങ്ങനെ പരിപാലിക്കണമെന്ന് പഠിപ്പിക്കുകയും ഏറ്റവും അസാധാരണമായ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾക്ക് തയ്യാറാവുകയും വേണം. ഉദാഹരണത്തിന്, വോയേജർ പെട്ടെന്ന് അത് ചെയ്യാതിരുന്ന എന്തെങ്കിലും ചെയ്യുവാൻ തുടങ്ങിയാലോ, അല്ലെങ്കിൽ പതിവ് സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾക്ക് പകരം അജ്ഞാത ഭാഷയിലുള്ള ഒരു സന്ദേശം നാസയ്ക്ക് അയക്കുവാൻ തുടങ്ങിയാലോ എന്തു സംഭവിക്കും? കാരണം അത്തരത്തിലൊന്ന് ലോകം മുഴുവൻ ആകാംക്ഷയിലിരുന്ന സമയത്ത് അധികം താമസിയാതെ തന്നെ സംഭവിച്ചു. 2020 മാർച്ച് മാസം. അന്ന് ലോകം മുഴുവൻ പാൻഡമിക്കിനായി അടച്ചുപൂട്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ഡീപ് സ്പേസ് നെറ്റ്വർക്കിൻ്റെ ഓസ്ട്രേലിയൻ ശാഖയും അന്ന് ഓഫ്ലൈനായി. വോയേജർ 2 എത്തുവാൻ കഴിയുന്ന ഒരേ ഒരു ആൻറ്റിനയായ 230 അടി DSS-43 റേഡിയോ ദൂരദർശിനി വലിയ നവീകരണത്തിനായി പോയി. 30 വർഷത്തിനിടയിൽ ആദ്യത്തേത്. ടെക്നീഷ്യന്മാർ അതിൻ്റെ ഫീഡ് സിസ്റ്റം നീക്കം ചെയ്തു, ആക്ച്വേറ്റർ മാറ്റി സ്ഥാപിച്ചു, പുതിയ ആംപ്ലിഫയറുകൾ ഇൻസ്റ്റാൾ ചെയ്തു. പഴയ ട്രാൻസ്മിറ്ററുകൾക്ക് പകരം ഡിഷിനിപ്പോൾ 10,000 കിലോ വാട്ട് ശുദ്ധമായ വൈദ്യുതി ഉണ്ടായിരുന്നു. അതേസമയം പേടകം ഭൂമിയിലേക്ക്
ടെലിമെട്രി അയക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അതിന് ഇനിയും കമാൻഡുകൾ സ്വീകരിക്കുവാൻ കഴിയില്ല. ഞങ്ങളത് കേട്ടു, പക്ഷേ അത് ഞങ്ങളെ കേട്ടില്ല. വോയേജറുകൾ പൂർണ്ണമായും സ്വയം ഭരണാധികാരമുള്ളവരാണ്. ഇരുവരും തങ്ങളുടെ ഫ്ലൈറ്റ് പ്ലാൻ മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. ഇടയ്ക്കിടെ ഭൂമിയിൽ നിന്നുള്ള കമാൻഡുകൾ വഴി അത് അപ്ഡേറ്റ് ചെയ്യപ്പെടാറുമുണ്ട്. പക്ഷേ ബഹിരാകാശ പേടകം എല്ലായ്പ്പോഴും അടിസ്ഥാന നിർദ്ദേശങ്ങൾ ഓൺ ബോർഡിൽ സൂക്ഷിക്കാറുണ്ട്. എങ്കിലും 7 മാസക്കാലത്തെ നിശബ്ദത ഒരുപാട് സമയമാണ്. 43 വയസ്സ് പ്രായമുള്ള ഈ ബഹിരാകാശ പേടകം അതിൻ്റെ മുൻകൂട്ടി നിശ്ചയിച്ച ഷെഡ്യൂൾ അനുസരിച്ച് പറക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഭൂമിക്ക് നിസ്സഹായരായി നിൽക്കേണ്ടി വന്നേനെ, ഒരു ഉപദേശം പോലും നൽകുവാൻ സാധിക്കാതെ. 2020 ഒക്ടോബർ മാസം 29-ാം തീയതി സത്യം വെളിവാക്കുവാനുള്ള നിമിഷം ഒടുവിൽ എത്തിച്ചേർന്നു. നവീകരിച്ച DSS-43 അതിൻ്റെ ലക്ഷ്യത്തിൽ ലോക്ക് ചെയ്യപ്പെട്ടു. ഒരു ടെസ്റ്റ് കമാൻഡ് പാക്കേജ് അയച്ചു. 10,000 കിലോ വാട്ട് റേഡിയോ പവർ. ഏതാനും വരി കോഡുകളിലേക്ക് അത് ചുരുങ്ങി. സിഗ്നൽ 17 മണിക്കൂർ നേരത്തേക്ക് ഇടപെടാതെ ശൂന്യതയിലേക്ക് കുതിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് റിസീവറുകൾ അത് സ്ഥിരീകരിച്ചു. സന്ദേശം ലഭിച്ചു, അത് വായിച്ചു. വോയേജർ 2 ഞങ്ങളെ കേൾക്കുന്നു. അത് സ്ഥിരീകരിക്കപ്പെട്ടു. കമാൻഡുകൾ നടപ്പിലാക്കി. തുടർന്ന് റിപ്പോർട്ട് ചെയ്തു. ഞാനിപ്പോഴും പ്രവർത്തനക്ഷമമാണ്. കാലവും ഗാലക്റ്റിക് കാറ്റും ഏറ്റി തളർന്നെങ്കിലും ആ പഴയ ബഹിരാകാശ പേടകം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇരട്ടയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. 2022 മെയ് മാസം വോയേജർ 1 വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. അതിൻ്റെ AACS ഉപസിസ്റ്റത്തിൽ നിന്നുള്ള ടെലിമെട്രി ഭൂമിയിലേക്ക് ആൻറ്റിന ഓപ്പറേഷൻ നിയന്ത്രിക്കുന്ന ഒന്ന് പെട്ടെന്ന് എന്തോ കുഴപ്പമുള്ളതുപോലെയായി. സിഗ്നൽ വന്നു, കമാൻഡുകൾ ലഭിച്ചു. പക്ഷേ ഡേറ്റയ്ക്ക് യാതൊരു അർത്ഥവും ഉണ്ടായിരുന്നില്ല. ആരോ ഒരു ഫിൽട്ടർ ചേർത്ത പോലെയോ അല്ലെങ്കിൽ സോഴ്സ് കോഡ് തിരുത്തപ്പെട്ട പോലെയോ ആയിരുന്നു. ഓറിയൻറ്റേഷൻ സിസ്റ്റം ഇപ്പോഴും പ്രവർത്തിച്ചു. ആൻറ്റിന അത് ഇരിക്കേണ്ടിടത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ AACS അയച്ച റിപ്പോർട്ട് പേടകം ഭ്രാന്തെടുത്തതുപോലെ കാണപ്പെട്ടു. ഈ സമയം വോയേജർ 1 സൗരയൂഥത്തിൻ്റെ അതിരുകൾക്കും അപ്പുറമായിരുന്നു. ഈ സംഭവങ്ങൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് ഒരു ശക്തമായ പ്രചോദനം നൽകി. സൗരയൂഥത്തിനപ്പുറം ഏലിയൻ സ്പേസ് ഉണ്ടെന്നും അത് വ്യക്തമായ ഭൗതിക നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്നു എന്നും, അല്ലെങ്കിൽ അവിടെ സ്ഥലമേ ഇല്ലെന്നും ഭൂമി ഒരുതരം ശൂന്യതയിൽ ഒഴുകി നടക്കുന്ന ഒരുതരം കുമിള മാത്രമാണ് എന്നും ആളുകൾ അവകാശപ്പെട്ടു. ഒരുപക്ഷെ ആ സിഗ്നൽ വോയേജറിൽ നിന്നായിരുന്നില്ല. ഒരുതരം റേഡിയോ എക്കോയായിരിക്കാം, ചില വിദേശ മാധ്യമങ്ങളുടെ മുദ്ര പോലെ. എന്നാൽ ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളവരായിരുന്നു. അവർ വളരെ കാലം ഈ അപാകതയെക്കുറിച്ച് തലപുകച്ചു. ഒടുവിൽ അവർ കാരണം കണ്ടെത്തി. ഉപയോഗിക്കാത്ത ഒരു മെമ്മറി ബഫർ വഴിയാണ് മൊഡ്യൂൾ ഡേറ്റ അയച്ചിരിക്കുന്നത്. അത് പണ്ടേ മരിച്ചതായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് ആർക്കും അറിയില്ല. അവർ അത് പരിഹരിച്ചു. പക്ഷേ ഈ ബുദ്ധിമുട്ട് അവശേഷിച്ചു. ഈ പഴയ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഓരോ വർഷവും അവ കൂടുതൽ ദുർവാശിയോടെയാണ് പ്രവർത്തിക്കുന്നത്. നാളെ അവ എങ്ങനെ പെരുമാറുമെന്ന് നമുക്കിപ്പോൾ ആത്മവിശ്വാസത്തോടെ പ്രവചിക്കുവാൻ സാധിക്കില്ല. തീർച്ചയായും വോയേജറുകൾ എന്നേക്കും ജീവിക്കില്ല. അവരുടെ ശക്തി അണുവിഘടനത്തിലൂടെ പ്രവർത്തിക്കുന്ന വൈദ്യുത ജനറേറ്ററുകളിൽ നിന്നുമാണ് വരുന്നത്. അവയുടെ മുഴുവൻ ആയുസ്സും 2 പ്രധാന ഘടകങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമതായി DK തന്നെ. പ്ലൂട്ടോണിയത്തിൻ്റെ അർദ്ധായുസ് 87 വർഷമാണ്. വിക്ഷേപണം മുതൽ 47 വർഷം കഴിഞ്ഞു. ഉൽപ്പാദനം ഏകദേശം 1/3 കുറഞ്ഞു. രണ്ടാമതായി തെർമോ കപ്ലിങ്ങുകളുടെ നാശം. ചൂടിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ. കാലക്രമേണ അവയുടെ കാര്യക്ഷമതയും കുറയും. ഇന്ന് വോയേജറുകളുടെ തെർമോകപ്പിളുകൾ ഏകദേശം 220 വാട്ടാണ് പുറപ്പെടുവിക്കുന്നത്. തുടക്കത്തിൽ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ നേർപകുതി. എല്ലാ വർഷവും ഊർജ്ജ സ്രോതസ്സിൽ നിന്നും ഏകദേശം 4 വാട്ട് വൈദ്യുതി നഷ്ടപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ത്രെഷോൾഡിന് അടുത്തെത്തുകയാണ്. 2025 ഫെബ്രുവരി മാസം 25-ാം തീയതി ദക്ഷിണ കാലിഫോർണിയയിലെ നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ മെഷീൻ എഞ്ചിനീയർമാർ വോയേജർ 1-ലെ കോസ്മിക് റേ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തു. മാർച്ച് 24-ാം തീയതി അവർ വോയേജർ 2-ലെ ലോ എനർജി ചാർജിംഗ് പാർട്ടിക്കിൾ ഉപകരണം ഓഫ് ചെയ്തു. ഓരോ ബഹിരാകാശ പേടകവും ഇപ്പോൾ 3 ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഈ നടപടികളെല്ലാം പേടകത്തിൻ്റെ ക്രമേണ കുറയുന്ന വൈദ്യുത വിതരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നിലവിലെ ശ്രമങ്ങളുടെ ഭാഗങ്ങൾ മാത്രമാണ്. നിലവിലെ പ്രൊജക്ട് മാനേജർ സുസൈൻ ഡോട്ട് പറഞ്ഞു, വോയേജറുകൾ വിക്ഷേപണം മുതൽ ഡീപ് സ്പേസ് റോക്ക് സ്റ്റാർസ് ആയിരുന്നു. കാലങ്ങൾ കഴിയുന്തോറും അത് നിലനിർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ വൈദ്യുതി കുറഞ്ഞു വരികയാണ്.
ഞങ്ങളിപ്പോൾ ഓരോ വോയേജറിൻ്റെയും ഒരു ഉപകരണം ഓഫ് ചെയ്യുന്നില്ലെങ്കിൽ ദൗത്യത്തിൻ്റെ അവസാനം പ്രഖ്യാപിക്കേണ്ടി വരുന്നതിന് മുൻപ് തന്നെ അവർക്കൊരു പക്ഷേ ഏതാനും മാസങ്ങൾ കൂടി മാത്രമേ വൈദ്യുതി ലഭിക്കുകയുള്ളൂ. ഏറ്റവും മികച്ച രീതിയിൽ 2030 വരെ തിരഞ്ഞെടുത്ത് സിസ്റ്റങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതിലൂടെ ടീമിന് ബന്ധം നിലനിർത്തുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അത് അത്ര മാത്രമേ ഉണ്ടാകൂ. അതിനുശേഷം അവസാനത്തെ ശാസ്ത്രീയ ഉപകരണവും ഓഫ് ചെയ്യപ്പെടും. തുടർന്ന് ട്രാൻസ്മിറ്റർ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടും. അങ്ങനെ ദൗത്യത്തിൻ്റെ 50-ാം വർഷത്തോടടുത്ത് വോയേജറുകളുമായുള്ള ബന്ധം എന്നേക്കുമായി അവസാനിക്കും. എന്നാൽ അതുകൊണ്ടും അവസാനിക്കുന്നില്ല. ബഹിരാകാശ പേടകം നിശബ്ദമായി പക്ഷേ അശ്രാന്തമായ തൻ്റെ പറക്കൽ തുടരും. 42,000 വർഷങ്ങൾക്കുള്ളിൽ വോയേജർ 2 റോസ് 248 എന്ന നക്ഷത്രത്തിൻ്റെ 1.5 പ്രകാശവർഷം അടുത്തുകൂടെ കടന്നുപോകും. 3 ലക്ഷം വർഷങ്ങൾക്കുള്ളിൽ വോയേജർ 1 ചുവന്ന കുള്ളൻ നക്ഷത്രമായ TYC 313552-1 മറികടന്നു പോകും. അവർ ഇല്ലാതായി പോവുകയില്ല. അവർ പുരാവസ്തുക്കളായും ദൃക്സാക്ഷികളായും നമ്മുടെ അംബാസഡർമാരായുമെല്ലാം മാറും. ഒരുപക്ഷെ ഒരു ദിവസം ആരെങ്കിലും അവരെ കണ്ടെത്തും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആരെങ്കിലും അകത്തെന്താണുള്ളത് എന്നും കണ്ടെത്തും. അകത്തുള്ളത് ഒരു സന്ദേശമാണ്. വോയേജറുകൾ രൂപകൽപ്പന ചെയ്യപ്പെട്ട സമയത്ത് വളരെ ലളിതവും ധീരവുമായൊരു ചോദ്യം ചോദിക്കപ്പെട്ടു. ആരെങ്കിലും അവരെ കണ്ടെത്തിയാലോ? നാളെയല്ല, 100 വർഷം കഴിഞ്ഞിട്ടല്ല, 1,000,000 വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അവസരങ്ങൾ ഏകദേശം 0 പോലും ഒരു സാധ്യത അവഗണിക്കുവാൻ കഴിയാത്ത അത്ര അസാധാരണമായിരുന്നു. കാൾ സാഗൻ്റെ ടീം ഈ ചോദ്യത്തെ വളരെ ഗൗരവമായി തന്നെ ഏറ്റെടുത്തു. നമ്മൾ എവിടെ നിന്നാണ് എന്ന് കാണിക്കുക മാത്രമല്ല, നമ്മൾ ആരാണ് എന്ന് വിശദീകരിക്കുവാൻ ശ്രമിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് ഗോൾഡൻ റെക്കോർഡ് ഉണ്ടായത്. ഓരോ ബഹിരാകാശ പേടകത്തിലും ഘടിപ്പിച്ചിട്ടുള്ള സ്വർണം പൂശിയ ഒരു ചെമ്പ് ഡിസ്ക്, അതിലൊരു സ്റ്റെലസ്, ഒരു സംരക്ഷിത കവർ, കൂടാതെ കേസിങ്ങിൽ നേരിട്ട് കൊത്തിയ നിർദ്ദേശ മാനുവൽ എന്നിവ ഉൾക്കൊള്ളിച്ചിരുന്നു. അകത്തെല്ലാം അടങ്ങിയ ഒരു ഫോണോഗ്രാഫിക് റെക്കോർഡിങ്ങും ഉണ്ടായിരുന്നു. 55 ഭാഷകളുള്ള ആശംസകൾ, വിവിധ സംസ്കാരങ്ങളുടെ സംഗീതം, ഭൂമിയുടെ ശബ്ദങ്ങൾ, തിരമാലകൾ, ഇടിനാദം, ഒരു കുഞ്ഞു കരയുന്നത്, ഒരു നായ കുരയ്ക്കുന്നത്, തിമീങ്കലത്തിൻ്റെ ശബ്ദങ്ങൾ, ഒരു ഹൃദയമിടിപ്പ്, ചിരി, ഒരു ചുംബനത്തിൻ്റെ ശബ്ദം. റെക്കോർഡിങ്ങിൻ്റെ 4/3 ഭാഗവും സംഗീതമായിരുന്നു. ബാക്ക്, ബിതോവൻ എന്നിവ മുതൽ സെനഗൻ, ജപ്പാൻ, പെറു എന്നിവിടങ്ങളിലെ നാടോടി ഈണങ്ങൾ വരെ. ബ്ലൂസ് ഉണ്ട്, ചക്ബറിയുടെ ജോണി ബി ഗുഡ് ഉണ്ട്. ഇതൊരു വിവാദത്തിന് വരെ കാരണമായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗം പ്രതിഷേധിച്ചു. ഏലിയൻസിന് ഞങ്ങൾ റോക്ക് ആൻഡ് റോൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയാലോ? അതിന് സാഗൺ മറുപടി പറഞ്ഞു, പക്ഷേ ഇതൊരു നല്ല പാട്ടാണ്, അതിനാൽ അത് നിലനിർത്തി. ശബ്ദങ്ങൾക്ക് പുറമെ റെക്കോർഡിങ്ങിൽ 116 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആളുകൾ, മൃഗങ്ങൾ, നഗരങ്ങൾ, ശരീരഘടന, DNA, ഒളിമ്പിക്സ് താരങ്ങൾ, ഐസ്ക്രീം കഴിക്കുന്ന കുട്ടി, ഭംഗിയായി ക്രമീകരിച്ച ഉൽപ്പന്നങ്ങളുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്. ഇതെല്ലാം ഒരു സിഗ്നലായി എൻകോഡ് ചെയ്യുകയും ഡിസ്കിൻ്റെ ഗ്രൂവുകളിൽ മുദ്രണം ചെയ്യുകയും ചെയ്തു. സംരക്ഷിത കവറിൽ അതങ്ങനെ ഡീകോഡ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തായി ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡയഗ്രാം, സൂര്യൻ്റെ സ്ഥാനം കാണിക്കുന്ന ഒരു പൾസാർ മാപ്പ്, റെക്കോർഡിംഗ് എങ്ങനെ പ്ലേ ചെയ്യണം എന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. കൂടാതെ ഒരു റേഡിയോമെട്രിക് ടൈം സ്റ്റാമ്പ് പോലും. 4.5 ബില്യൺ വർഷത്തോളം അർത്തായുസുള്ള യുറേനിയം 238ൻ്റെ ഒരു നേർത്ത പാളി. ഇതുപയോഗിച്ച് ഡിസ്കിൻ്റെ പ്രായം കണക്കാക്കുവാൻ സാധിക്കും. തീർച്ചയായും പുറത്താർക്കെങ്കിലും ഒരു മാസ് സ്പെക്ട്രോമീറ്ററും കുറച്ച് ക്ഷമയും ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും. എന്നാൽ ഈ റെക്കോർഡിങ്ങിൽ മറ്റെന്തോ പ്രത്യേകതയുണ്ടായിരുന്നു. ഈ ഫ്രെയിമുകൾ 27 വയസ്സ് പ്രായമുള്ള ആൻഡ്രിയാനെ കാണിക്കുന്നു. അവൾ വോയേജർ ഇൻ്റർസ്റ്റെല്ലർ മെസ്സേജ് പ്രൊജക്റ്റിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു. ഗോൾഡൻ റെക്കോർഡിൻ്റെ കലാപരമായ ഉള്ളടക്കത്തിന് അതിൻ്റെ ശബ്ദങ്ങൾ, സംഗീതം, ചിത്രങ്ങൾ, സന്ദേശത്തിൻ്റെ വാചകം എന്നിവയെല്ലാം തയ്യാറാക്കിയത് ആൻഡ്രിയാനാണ്. 1977 ജൂൺ മാസം 3-ാം തീയതി ദൗത്യം വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപ് ശാസ്ത്രജ്ഞർ അവളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി. അത് ആ ഗോൾഡൻ റെക്കോർഡിൽ തന്നെ എൻകോഡ് ചെയ്തുമിരുന്നു. ആ നിമിഷത്തിൻ്റെ മാന്ത്രികത എന്തെന്നാൽ ആൻ അന്ന് കാൾ സാഗനുമായി വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ മസ്തിഷ്ക തരംഗങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അവൾ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്ന് തന്നെ അവൾ പറഞ്ഞു. തീർച്ചയായും ആ സിഗ്നലിൻ്റെ അർത്ഥം ആരെങ്കിലും മനസ്സിലാക്കുമെന്ന് കരുതുന്നത് അവിശ്വസനീയമായ വിധം നിഷ്കളങ്കമാണ്. എന്നാൽ ഒരു വികാരത്തിൻ്റെ ഒരു അടയാളം പ്രപഞ്ചത്തിൽ അവശേഷിപ്പിക്കുക എന്ന ആശയം തന്നെ ഹൃദയസ്പർശിയാണ്. അത് നമ്മളെ കണ്ണീരിലാഴ്ത്തും. ഇനി എന്ത്?
2030 വരെ ഭൂമി വോയേജർ ട്രാൻസ്മിറ്ററുകളുടെ ക്രമേണ മങ്ങുന്ന മന്ത്രങ്ങൾ ശ്രദ്ധയോടെ ഭക്തിയോടെ കേൾക്കുന്നത് തുടരും. ഒരുപക്ഷെ അല്പം കുറവോ അല്പം കൂടുതലോ അവരുടെ അണുഹൃദയങ്ങൾ ഒടുവിൽ തണുത്തു പോകുന്നതുവരെ. അതിനുശേഷം അവ എന്നേക്കുമായി നിശബ്ദമാകും. എന്നാൽ വോയേജറുകൾ അവരുടെ യാത്ര തുടരും. ഇപ്പോൾ നിശബ്ദമായി, ബന്ധമില്ലാതെ, വൈദ്യുതിയില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ. എന്നാൽ അർത്ഥമില്ലാതെയല്ല. അവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ശൂന്യതയിലൂടെ ഒഴുകി നടക്കും. ഒരുപക്ഷെ ഒരു ദിവസം ആരെങ്കിലും അവരെ കണ്ടെത്തും. സന്ദേശങ്ങളെല്ലാം ഡീകോഡ് ചെയ്യപ്പെടും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. അവർ 10,000-കണക്കിന് ഭാഷകളിലുള്ള ആശംസകൾ കേൾക്കും. തിരമാലകളുടെ ശബ്ദം, ഒരു കുട്ടിയുടെ ചിരി, പക്ഷികളുടെ പാട്ട്. അവർ ഫോട്ടോകൾ നോക്കും. മലകളും നഗരങ്ങളും മുഖങ്ങളും കാണും. അവർ ബാക്ക് മുതൽ ബ്ലൂസ് വരെയുള്ള സംഗീതം കേൾക്കും. അവർ ചിന്തിക്കും, എന്തൊരു വിചിത്രവും ശബ്ദായമാനവും ദുർവാശിയുള്ളതും അനന്തമായി ജീവനുള്ളതുമായ സംസ്കാരമായിരുന്നു ഇത് എന്ന്. നമ്മൾ കണ്ട ഈ കഥ വെറും ശാസ്ത്രീയ നേട്ടങ്ങളുടെ കഥ മാത്രമല്ല. ഇത് മനുഷ്യൻ്റെ ജിജ്ഞാസയുടെയും അതിജീവനത്തിനായുള്ള പ്രവർത്തനങ്ങളുടെയും പ്രതിഫലനമാണ്. 1977 വിക്ഷേപിക്കപ്പെട്ട വോയേജർ 1ഉം 2ഉം ഗ്രഹങ്ങളുടെ പരമ്പരകളിലൂടെ ഒരു ഗ്രാൻഡ് ടൂർ നടത്തി. അവ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയുടെ സങ്കീർണമായ ലോകങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടി. ശനിയുടെ വളയങ്ങളിലെ അത്ഭുതകരമായ ഇടയഗ്രഹങ്ങളെക്കുറിച്ചും നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹമായ ട്രൈറ്റോണിൻ്റെ ക്രയോ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞു. ഏറ്റവും പ്രധാനമായി യുറാനസിൻ്റെ ഭാരം കൃത്യമായി അളന്നതിലൂടെ ഒരു കാലത്തെ ഭൂമിശാസ്ത്രത്തെ കുഴപ്പിച്ച പ്ലാനറ്റ് എക്സ് എന്ന മിഥ്യാധാരണ അതൊരു തെറ്റായ കണക്കുകൂട്ടലായിരുന്നു എന്ന് തെളിയിച്ച് വോയേജർ ശാസ്ത്രലോകത്തെ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. 4 പതിറ്റാണ്ടിലേറെ നീണ്ട യാത്രയ്ക്ക് ശേഷം വോയേജറുകൾ നമ്മുടെ സൗരയൂഥത്തിൻ്റെ യഥാർത്ഥ അതിർത്തിയായ ഹീലിയോപോസ് കടന്നു. ഹീലിയോസ്ഫിയർ എങ്ങനെയാണ് അസമമായി സ്ഥിതി ചെയ്യുന്നത് എന്നും നക്ഷത്രാന്തര കാന്തിക മണ്ഡലം എങ്ങനെയാണ് സൗരകാന്തിക മണ്ഡലവുമായി ലയിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. നക്ഷത്രാന്തര ബഹിരാകാശത്ത് പ്രവേശിച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുക്കൾ എന്ന നിലയിൽ അവ പുതിയ അറിവുകൾ ഇപ്പോഴും നമുക്ക് അയച്ചുകൊണ്ടേയിരിക്കുന്നു. വോയേജർ നൽകിയ ഏറ്റവും വലിയ സന്ദേശം ശാസ്ത്രീയമല്ല, മറിച്ച് തത്വചിന്താപരമായിരുന്നു. 1990 കാൾ സാഗന്റെ നിർദ്ദേശപ്രകാരം വോയേജർ 1ന്റെ ക്യാമറകൾ പിന്നിലേക്ക് തിരിച്ച് ഭൂമിയുടെ അവസാന ചിത്രം പകർത്തി, പേൾ ബ്ലൂ ഡോട്ട്. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മുടെ ഗ്രഹം എത്ര ചെറുതും ഏകാന്തവും സംരക്ഷിക്കപ്പെടേണ്ടതുമാണ് എന്ന് ഈ ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വോയേജറുകളുടെ ഊർജം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2030 അവയുടെ ഉപകരണങ്ങളും ട്രാൻസ്മിറ്ററുകളും എന്നേക്കുമായി നിശബ്ദമാകും. പക്ഷേ അവിടെ അവരുടെ യാത്ര അവസാനിക്കുന്നില്ല. ഓരോ പേടകത്തിലുമുള്ള ഗോൾഡൻ റെക്കോർഡ് ഭൂമിയിലെ ശബ്ദവും സംഗീതവും നമ്മുടെ സംസ്കാരവും വഹിച്ചുകൊണ്ട് ലക്ഷ്യമില്ലാതെ അനന്തമായ പ്രപഞ്ചത്തിലൂടെ ഒഴുകി നീങ്ങും. ഒരു ദിവസം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കും അപ്പുറം ആരെങ്കിലും ആ സന്ദേശം കണ്ടെത്തുകയാണെങ്കിൽ അവർ അറിയും, ഈ വിചിത്രവും സ്നേഹമുള്ളതും ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു നാഗരികത ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. നമ്മുടെ സന്ദേശവാഹകരായി ഈ പ്രപഞ്ചത്തിൻ്റെ കാണാമറയത്തേക്ക് പറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഇരട്ട സഹോദരന്മാരോട് നമുക്ക് നന്ദി പറയാം. ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.